ഞാൻ ഈ ആദ്യം ചൊല്ലുന്ന ശ്ലോകം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. അത് അവസാനിക്കുന്ന ആ അവസാനത്തെ വരിയുണ്ടല്ലോ, നിങ്ങളുടെ എല്ലാവരുടെയും ഉത്തമാഭിലാഷങ്ങൾ വേണ്ടതുപോലെ നിറവേറട്ടെ എന്ന ഒരു അനുഗ്രഹ സൂക്തമാണത്. 4-ാമത്തെ വരി വളരെ പ്രസക്തമാണ്. ആരാര് എന്തെന്തിനെയെല്ലാം ഉപാസിച്ചാലും എന്ത് പേര് പറഞ്ഞാലും ത്രൈലോക്യനാഥനായിരിക്കുന്ന ശ്രീഹരി അവരുടെ എല്ലാം ഉത്തമാഭിലാഷങ്ങൾ നിറവേറ്റട്ടെ എന്ന് പറയുന്ന ഒരു അനുഗ്രഹ സൂക്തമാണത്. നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെടും. വളരെ വിശേഷപ്പെട്ടത്. രണ്ടാമത് ഞാൻ ഭഗവത്ഗീത ആയതുകൊണ്ട് കൃഷ്ണനെ സ്തുതിക്കുന്ന ഒരു ശ്ലോകമാണത്. കൃഷ്ണൻ എന്ന് പറയുന്നത് ഒരു തത്വമാണ്. ദേവകി പ്രസവിച്ച കൃഷ്ണനെ അല്ല നാം ഉദ്ദേശിക്കുന്നത്. എല്ലാവരും നമുക്ക് കാണണമെങ്കിൽ പ്രത്യക്ഷമായ ഒരു ശരീരം വേണം. ആ ശരീരം ജനിച്ചതിൻ്റെ പേരിൽ അത് മരിക്കുകയും ചെയ്യും. അതേപോലെ കൃഷ്ണ ശരീരവും ജനിച്ച് ഇല്ലാതെയായി കഴിഞ്ഞു. പക്ഷേ ജീവിച്ചിരിക്കുമ്പോഴും ആ കൃഷ്ണൻ ശരീരമായിരുന്നില്ല. നിങ്ങളും ശരീരമല്ല. ശരീരത്തെ ഉജ്ജീവിപ്പിച്ച് നിർത്തുന്ന ഒരു ചേതനാ സാന്നിധ്യമാണത്. ആ ചേതനാ സാന്നിധ്യത്തിന് ജനനത്തിന് മുമ്പിൽ എന്ന പോലെ മരണത്തിന് ശേഷവും തുല്യമായ സന്നിഹിതത്വമാണ് അതിനുള്ളത്. അത് മനസ്സിലാക്കി ആ കൃഷ്ണ തത്വത്തെ ഗ്രഹിക്കുക, അതാണ് നമുക്ക് ആവശ്യം. ഈ ഭഗവത്ഗീതയെ ഇന്നും നാം മുറുക്കി പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണം അത് പറഞ്ഞ കൃഷ്ണൻ ഒരു ദേഹകൃഷ്ണനല്ല, അദ്ദേഹം ഒരു ജീവനായ ജീവൻ അല്ലെങ്കിൽ ആത്മാ എന്നുള്ള നിലയ്ക്ക് അതിന് എക്കാലത്തും നിലനിൽപ്പുണ്ട് എന്ന സത്യം എല്ലാവരും മനസ്സിലാക്കണം. അദ്ദേഹത്തിനെ സ്തുതിക്കുന്ന ഒരു സ്തുതിശ്ലോകമാണ് രണ്ടാമത്തേത്. മൂന്നാമത് പിന്നെ ഗുരുവിനുള്ള ഒരു സ്തുതിയാണ്. യം ശൈവാസമുപാസത്തെ ശിവൈതി ബ്രഹ്മേതി വേദാന്തിനോ ബൗദ്ധാ ബുദ്ധ ഇതി പ്രമാണപടവഃ കർത്തേതി നൈയായികാഃ അർഹന്നിത്യഥ ജൈനശാസനരതാഃ കർമ്മേതി മീമാംസകാഃ സോയം വോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ സോയം വോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ ശുദ്ധോ ബുദ്ധോ വിമുക്തഃ ശ്രുതിശിഖരഗിരാം മുഖ്യതാത്പര്യഭൂമിഃ യസ്മാജ്ജാതം സമസ്തം ജഗദിദമൃതാദ്വ്യാപ്യ സർവം സ്ഥിതോ യത് യസ്യാം ശാംശാവതാരൈഃ സുരനരവനജൈർരക്ഷിതം സർവമേതത് തം ഭൂമാനം മുകുന്ദം ഹൃദിഗതമമലം കൃഷ്ണമേവ പ്രപദ്യേ തം ഭൂമാനം മുകുന്ദം ഹൃദിഗതമമലം കൃഷ്ണമേവ പ്രപദ്യേ മദീയ ഹൃദയാകാശേ സദാനന്ദമയോ ഗുരുഃ ഉദേതു സതതം സമ്യക് അജ്ഞാന തിമിരാരുണഃ ഹരിഃ ഹരിഃ. എല്ലാവരും കൂടി 3 തവണ കൂട്ടായി ഓങ്കാരം ജപിക്കുക. കൈകോർത്ത് മടിയിൽ വയ്ക്കൂ, വിഷമിക്കാതെ നിവർന്നിരിക്കൂ, കണ്ണടച്ച് മനസ്സും വായും തുറന്ന് എൻ്റെ കൂടെ ജപിക്കുക. ഓ
എല്ലാവരുടെ ശബ്ദവും ഇതിലുണ്ടാവണം. ഒരൊറ്റ ആൾ മടിയനാവരുത്. ഓ ഹരി ഓം തത്സ്. ജയഗുരു. ശ്രീമദ് ഭാഗവത തത്വസമീക്ഷാ സത്രവേദിയാണല്ലോ ഇത്. അതിൽ ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്ന പാരമഹംസ്യ സംഹിത, അതിൻ്റെ വിവിധ ഭാഗങ്ങൾ വിവിധ പ്രവക്താക്കൾ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുകയാണ്. നിങ്ങൾ എന്തു പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ശ്രീമദ് ഭാഗവതം വേദവ്യാസ മഹർഷിയാണ് എഴുതിയതെങ്കിൽ അദ്ദേഹം ആദ്യം എഴുതിയ ഗ്രന്ഥമല്ല. പൊതുവേ ഒരു പറച്ചിൽ അദ്ദേഹത്തിന് സമാധാനവും ശാന്തിയും പോരാതെ അത് ഉണ്ടാവാൻ വേണ്ടി ഭഗവാനെ സ്തുതിക്കണം എന്ന് പറഞ്ഞു കൊടുത്തതനുസരിച്ച് ഭഗവസ്തുതികൾക്ക് പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് രചിച്ച ഒരു ഗ്രന്ഥമാണ്. എന്നാൽ ശ്രീമദ് ഭാഗവതം ഒരു പാരമഹംസ്യ സംഹിതയാണ്. പാരമഹംസ്യ സംഹിത എന്ന് പറഞ്ഞാൽ പരമഹംസന്മാർ രചിച്ചതും പരമഹംസന്മാർ തന്നെ പ്രതിപാദിച്ചാൽ വേണ്ടത്ര അർത്ഥമായി അതിൻ്റെ ഉദ്ദേശവും ലക്ഷ്യവും നിർവഹിക്കാൻ തക്കതാകുകയും ചെയ്യുന്നത് എന്നർത്ഥമാണ്. സാധാരണക്കാർക്കൊക്കെ ഈ ഭാഗവതം വായിച്ച് അങ്ങോട്ട് പറയുമ്പോൾ അതിൻ്റെ കഥകളെ ആവിഷ്കരിക്കാൻ പറ്റുള്ളൂ. അതിലുള്ള തത്വം, അതിൽ പ്രദാനം ചെയ്യുന്ന ഭക്തി, വൈരാഗ്യം, ഭഗവത് ദർശനം എന്ന് പറയുന്ന മൂന്നും ശരിക്ക് പുറത്ത് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ആ പ്രവക്താവും അതുപോലെ ആയാലേ പറ്റൂ. അങ്ങനെ ആയി ഒരാൾ ഗൃഹസ്ഥനായി കഴിഞ്ഞുകൂടാ വളരെ അപൂർവമാണ്. മനസ്സ് വിശാലമാകണം. തൻ്റെ കുട്ടികൾ ഇനിയുള്ള കുട്ടികൾ എന്നുള്ള വ്യത്യാസമുണ്ടാവരുത്. എല്ലാം കൂടി കുട്ടികൾ ഒരേ കാര്യത്തിൽ എന്നുള്ള ഒരു തോന്നൽ വരണം. അത് വരണമെങ്കിൽ തപസ് വേണം, നിഷ്ഠ വേണം, ഭഗവാനോട് അങ്ങേയറ്റം ആഭിമുഖ്യവും പ്രതിബദ്ധതയും വേണം. ഭഗവാൻ സ്വന്തം ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച് കൊണ്ടു നടക്കാൻ സാധിക്കണം. ഇങ്ങനെ ആവുമ്പോഴേ ആ ശ്രീമദ് ഭാഗവതം ശരിക്കും വിവരിക്കാൻ പറ്റുള്ളൂ. ഇതെന്ത് പറഞ്ഞാലും ശ്രീമദ് ഭാഗവതം ഒരു ശാന്തിശാസ്ത്രമാണ്, ഒരു നിലയ്ക്ക് മോക്ഷശാസ്ത്രമാണ്. പരീക്ഷത്തിന് ആവശ്യം അതായിരുന്നു. എന്നാൽ ഭഗവത്ഗീത അങ്ങനെയല്ല, കർമ്മനിർവഹണ ശാസ്ത്രമാണ്. അർജുനൻ പടക്കളത്തിൽ വന്നു കഴിഞ്ഞു. ഇരുപക്ഷക്കാരും ശംഖ് വിളിച്ചു, യുദ്ധകാഹളങ്ങൾ മുഴക്കി. ഇനി ശരവിസർജനം മാത്രമേ ബാക്കിയുള്ളൂ എന്ന ആ സന്ദർഭത്തിലാണ് ഈ ഭഗവത്ഗീത ആവിഷ്കരണം നടന്നത്. അതിൻ്റെ ഉദ്ദേശം പൊടുന്നനെ അർജുനൻ എങ്ങനെ സങ്കടത്തിനും സംശയത്തിനും അധീനനായോ അതേമാതിരി സങ്കടത്തെയും സംശയത്തെയും തരണം ചെയ്ത് താഴത്ത് വെച്ച അമ്പും വില്ലും എടുത്ത് 18 അതിൽ കുറവോ കൂടുതലോ ദിവസങ്ങൾ യുദ്ധം ചെയ്ത് 18 അതിൽ കുറവോ കൂടുതലോ ദിവസങ്ങൾ യുദ്ധം ചെയ്ത് ആ യുദ്ധത്തിൽ ജയം വരിക്കണം. അത് അർജുനൻ്റെ ജയമല്ല, ധർമ്മത്തിൻ്റെ ജയമാണ്, സജ്ജനങ്ങളുടെ ജയമാണ്. ശോഭനമായി ജീവിക്കാൻ ഉദ്ദേശിക്കുന്നവർക്കുള്ള ഒരു ഉറപ്പും ഒരു സ്ഥിരതയും അംഗീകാരവുമാണത്. അപ്പോൾ പെട്ടെന്ന് നടക്കേണ്ട കാര്യത്തിന് കൊടുത്ത ഒരു കർമ്മനിർവഹണ ശാസ്ത്രമാണ് ഇവിടെ. എനിക്ക് തോന്നുന്നു നിങ്ങളെല്ലാവരും ആവശ്യപ്പെടുന്നത് അർജുനൻ എന്തുദ്ദേശിച്ച് പടക്കളത്തിൽ വന്നോ ആ ഉദ്ദേശം സഫലമാക്കുക തന്നെ വേണം. അപ്പോൾ ഇവിടെ ഒരു കർമ്മനിർവഹണ ശാസ്ത്രമാണ്. ഭക്തജനങ്ങളെ, ധർമ്മകുതുകികളെ, നിങ്ങൾക്ക് ആവശ്യം അങ്ങനെയുള്ള ഒരു ശാസ്ത്രമല്ലേ? അതിന് പറ്റിയ ഉപദേശമല്ലേ നിങ്ങൾ ആവശ്യപ്പെടുന്നത്? അതോ ഇവിടുന്ന് എല്ലാവരും പോയി കാട്ടിലേക്ക് പോയി ശാന്തിക്ക് വേണ്ടി ജ്ഞാനനിഷ്ഠരായി കഴിഞ്ഞുകൂടാൻ പോകുന്നുവോ? അർജുനോട് പോലും കൃഷ്ണൻ പറയുന്നത് എടുത്തു ചാടരുത്. ജ്ഞാനനിഷ്ഠ എന്ന് പറഞ്ഞാൽ അത് പെട്ടെന്നുണ്ടാകേണ്ടതല്ല. അർജുന,
അർജുനനിപ്പോൾ കർമ്മം നിർവഹിക്കുന്ന നിഷ്ഠയെ പറ്റുള്ളൂ, ജ്ഞാനനിഷ്ഠ പറ്റില്ല എന്ന് പറഞ്ഞ് തിരുത്തുകയാണ് ചെയ്തത്. നിങ്ങളും ആവശ്യപ്പെടുന്നത് അങ്ങനെയൊന്നാണ്. ഈ സദസ്സിൽ അത് വിട്ട് 2 or 3 പേർ ഞങ്ങൾക്കിത് വേണ്ട, കർമ്മം വേണ്ട, ഞങ്ങൾ കുടുംബവും കുട്ടികളെയൊക്കെ വിടാനാ പോകുന്നത്, സ്വാമിജിമാരെ പോലെ കേവലനിഷ്ഠന്മാരായി ജ്ഞാനനിഷ്ഠന്മാരായിരിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ വളരെ വിശേഷപ്പെട്ടതാണ്. അവർ അതിന് സ്വാഗതവും ചെയ്യപ്പെടും. പക്ഷേ ഇവിടെയുള്ള 99.99% റെക്കറിങ് ശതമാനം പേരും നിങ്ങൾ കർമ്മനിർവഹണത്തിന് വേണ്ടി കൊതിക്കുന്നവരാണ്. മനസ്സിനെ അലട്ടിക്കാതെ, അലട്ടലും അല്ലലും ഉണ്ടെങ്കിൽ അത് പോയി ഇല്ലാതായി സധീരം സുസ്ഥിരം ഉറച്ച ലക്ഷ്യത്തോടു കൂടി തൻ്റെ ദൗത്യമെന്തോ അത് നിർവഹിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. അങ്ങനത്തെവർക്ക് ശ്രീമദ് ഭാഗവതമല്ല, അവർക്കാവശ്യം ഭഗവത്ഗീത തന്നെ. അതിൽ യാതൊരു സംശയവുമില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ ശ്രീമദ് ഭാഗവതവും ഭഗവത്ഗീതയും തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് ഞാൻ സൂചിപ്പിച്ചു, അത്രയേ ഉള്ളൂ. കഥം ഭീഷ്മമഹം സംഖ്യേ ദ്രോണം ച മധുസൂദന ഇഷുഭി പ്രതിയോസ്യാമി പൂജാർഹാവരിസൂദന. കൃഷ്ണൻ പറഞ്ഞത് ഞാൻ പൂർണ്ണമായി അംഗീകരിച്ചു. ഇനി സ്വജനങ്ങളെന്നോ അവരോട് എനിക്ക് തോന്നുന്ന സ്നേഹമസൃണത എന്നൊന്നോ അല്ല, ദാക്ഷിണ്യമോ, ഇതൊന്നും ഞാൻ ഈ പടക്കളത്തിൽ സംസാരിക്കില്ല. അതൊക്കെ വിട്ട് എൻ്റെ മനസ്സ് പോയി കഴിഞ്ഞു. പക്ഷേ എൻ്റെ ബുദ്ധിയിൽ എനിക്കൊരു സംശയം ബാക്കി നിൽക്കുന്നു. ഒരു ഭാഗത്ത് മുത്തശ്ശനും ഒരു ഭാഗത്ത് ആചാര്യനും എൻ്റെ മുൻപിലുണ്ട്. അവരോട് ഞാൻ എങ്ങനെ പടപൊരുതും? അവരെ കണ്ടുടനെ നമസ്കരിച്ച് ബഹുമാനിക്കേണ്ടവരാണവർ. ആശീർവാദം, അനുഗ്രഹം തേടേണ്ടവരാണ്. അവരുടെ മുൻപിൽ കൂർത്തുമൂർത്ത ശരം പ്രയോഗിക്കുക എങ്ങനെ സാധിക്കും? ചെയ്യണമെന്ന് കൃഷ്ണൻ പറഞ്ഞത് ഞാൻ അംഗീകരിക്കുമ്പോൾ അതെങ്ങനെ എന്നൊരു ചോദ്യം അവശേഷിക്കുന്നു. ആ കഥം എന്നതിന് കൃഷ്ണൻ മറുപടി പറയുകയാണ് ഭഗവത്ഗീതയിൽ. അർജുനൻ തൻ്റെ നിലപാട് ഒന്നും കൂടി വ്യക്തമാക്കുന്നത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. ഗുരൂനഹത്വാഹി മഹാനുഭാവാൻ ശ്രേയോ ഭോക്തും ഭൈക്ഷ്യമപീഹ ലോകേ ഹത്വാർത്ഥകാമാംസ്തു ഗുരൂനിഹൈവ ഭുഞ്ജീയ ഭോഗാൻ രുധിരപ്രദിഗ്ധാൻ. എത്ര ഭംഗിയായി സ്പഷ്ടമായി ഹൃദയസ്പൃക്കായി അർജുനൻ സംസാരിക്കുന്നു. ഇത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്. അങ്ങേയറ്റം ആരാധ്യരായിരിക്കുന്ന ഈ ഗുരുജനങ്ങളെ, മഹാനുഭാവന്മാരെ പടക്കളത്തിൽ നേരിട്ട് കൊല്ലുന്നതിന് പകരം ശ്രേയോ ഭോക്തും ഭൈക്ഷ്യമപീഹ ലോകേ, ഈ ലോകത്തിൽ ഭിക്ഷ യാചിച്ച് ശരീരം നിലനിർത്തുന്നതാണ് ശ്രേയസ്കരം. ഒരിക്കലും ഇവരോട് പടപൊരുതുന്നത് ശരിയല്ല. അതിനൊരു ധർമ്മശാസ്ത്രവും അനുവദിക്കുന്നില്ല. ഇവരെ യുദ്ധത്തിൽ നേരിട്ട് കൊന്നുകളഞ്ഞു എന്നുണ്ടെങ്കിലോ പിന്നെ നമ്മൾ അനുഭവിക്കാൻ പോകുന്ന സുഖഭോഗങ്ങൾ മുഴുവനും അവരുടെ താഴത്ത് ഊർന്നു വീണ രക്തം തട്ടി പുരണ്ടതായിരിക്കും. അവരുടെ സ്മരണയില്ലാതെ, അവരെ കൊന്ന ഓർമ്മയില്ലാതെ അവരുടെ രക്തം പുരണ്ട സുഖഭോഗങ്ങളാണ് നാം അനുഭവിക്കുക. ഇവരെ ഒഴിവാക്കി നമുക്ക് പടപൊരുതാൻ പറ്റുമോ? നീ കേമനല്ലേ, കെങ്കേമനല്ലേ? അതുകൊണ്ട് ഭീഷ്മനെയും ദ്രോണനെയും ഒഴിവാക്കി ബാക്കിയുള്ളവരോടുകൂടി പടപൊരുതി അവരെ എല്ലാവരെയും നാമാവശേഷമാക്കിയതിന് ശേഷം ഭീഷ്മനും ദ്രോണനും ബാക്കി വരുമ്പോൾ അമ്പും വില്ലും താഴത്ത് വെച്ച മുൻപിൽ നമസ്കരിച്ച് ഞാൻ യുദ്ധം നിർത്തി എന്ന് പറഞ്ഞുകൂടെ എന്ന് ചോദിച്ചാൽ പറ്റില്ല എൻ്റെ കൃഷ്ണ. ന ചൈതദ്വിദ്മഃ കധരന്നോ ഗരീയോ യദ്വാ ജയേമ യദിവാനോ ജയേയുഹു യാനേവ ഹത്വാ ന ജിജീവിഷാമഃ തേവ സ്ഥിതാഃ പ്രമുഖേ ധാർത്തരാഷ്ട്രാഃ. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഉവ്വ. എനിക്ക് മനസ്സിലാവണില്ല എൻ്റെ കൃഷ്ണ, ഈ യുദ്ധം ചെയ്തിട്ട് ഞാൻ ജയിക്കണമോ അതോ എൻ്റെ ശത്രുഭാഗത്തെ ജയിപ്പിക്കാൻ അനുവദിക്കണമോ? എന്താ കാരണം? യാനേവ ഹത്വാ ന ജിജീവിഷാമഃ. എന്തൊക്കെ പറഞ്ഞാലും ശത്രുസ്ഥാനത്തിൽ നേതാക്കളായി നിന്നാലും ശരി, ആരെയാണോ കൊന്നതിന് ശേഷം ഞാൻ ജീവിക്കാൻ ഇഷ്ടപ്പെടാത്തത് ആ 2 പേരുടെ മുൻപിലാണ് കൃഷ്ണ അങ്ങ് തേര് കൊണ്ടുപോയി നിർത്തിയിരിക്കുന്നത്. അവരാരാ? മുക്കിലും മൂലയിലും നിൽക്കുന്നവരല്ല, സൈന്യ തലവന്മാരാണ്.
ഞങ്ങളാണ് ഇതിൻ്റെ കേന്ദ്രം, ഞങ്ങളാണ് ഇതിൻ്റെ മുൻപിൽ, ഞങ്ങളോട് നേരിട്ട് യുദ്ധം ചെയ്ത് ഞങ്ങളെ തട്ടിത്താഴ്ത്തി വീഴ്ത്തിയല്ലാതെ ഞങ്ങളുടെ സൈന്യത്തിന് തുളച്ചു കയറാൻ നിങ്ങൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് മുൻപിൽ നിൽക്കുന്നവരാണ്. അപ്പം അവരോട് നേരിട്ട് യുദ്ധം ചെയ്തല്ലാതെ സൈന്യത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുക സാധ്യമല്ല. അവരോ ഉപായപ്പെട്ട യോദ്ധാക്കളല്ല, പടയാളികളല്ല, മഹാനുഭാവന്മാരാണ്. ഒരു ഭാഗത്ത് ജ്ഞാനം, ഒരു ഭാഗത്ത് ആത്മസ്ഥിതി, എല്ലാ വിധത്തിലുള്ള ജ്ഞാനം, സർവജ്ഞന്മാരാണ്. അതേപോലെ അസ്ത്രശസ്ത്ര വിദ്യയിൽ പ്രവീണരുമാണ്. ഇങ്ങനെ ഭൗതികമായും ശസ്ത്രവിദ്യയ്ക്കനുസരിച്ചും ആത്മജ്ഞാന വിഷയത്തിലും എല്ലാം കെങ്കേമന്മാരായ അവരെ വിട്ട് എങ്ങനെയാണ് നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുക? അത് സാധ്യമല്ല. അപ്പം അവരെ ഒഴിവാക്കി യുദ്ധം ചെയ്യുന്ന ചോദ്യമില്ല. ഇങ്ങനെ തലങ്ങും വലങ്ങും തിരിച്ചും മറിച്ചും ആലോചിച്ച് നോക്കിയിട്ടും അർജുനന് ഒരു പിടിയും കിട്ടിയില്ല. അപ്പോൾ പറയാണ്, എൻ്റെ ബുദ്ധി ആലോചിക്കാൻ സമർത്ഥമല്ല, ഞാനിതാ കീഴടങ്ങുന്നു എന്ന് പറഞ്ഞ അർജുനൻ കീഴടങ്ങുന്നു. കാർപ്പണ്യദോഷോപഹത സ്വഭാവഃ പൃച്ഛാമി ത്വാം ധർമ്മസമ്മൂഢചേതാഃ യശ്രേയസ്യാൻ നിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം ശാധിമാം ത്വാം പ്രപന്നം. കാർപ്പണ്യദോഷോപഹത സ്വഭാവഃ. ഈ ശ്ലോകം നിങ്ങളെല്ലാവരും ചൊല്ലണം. ഇതാണ് ഭഗവത്ഗീതയുടെ തുടക്കം. അർജുനൻ തൻ്റെ മനസ്സിനെയും ബുദ്ധിയെയും വേണ്ടതുപോലെ പരിശോധിച്ച് നോക്കി തൻ്റെ നിലപാടിൽ ഒരു തീരുമാനമെടുത്ത്, ഞാൻ ആലോചിച്ച് നോക്കാൻ ശക്തനല്ല, എന്നെ വേണ്ടതുപോലെ ഉപദേശിക്കണം, എൻ്റെ ബുദ്ധി ഇതിൽ ഒരു പരിഹാരം കണ്ടെത്താൻ സാധിക്കുന്നില്ല, കാർപ്പണ്യം എന്ന് പറയുന്ന ദോഷം എന്നെ പിടിപെട്ടിരിക്കുന്നു, എൻ്റെ ബുദ്ധി വളരെ ഇടുങ്ങിയതാണ്, ആ ഇടുക്കം വിടാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു ഭാഗം. ഇതാണ് നമ്മൾക്കെല്ലാവർക്കുമുള്ള ജീവിതത്തിലെ ദുരിതം. ജനനമാകട്ടെ, മരണമാകട്ടെ, പരാജയമാകട്ടെ, എന്തു തന്നെ വന്നാലും ആത്മാനം സതതം രക്ഷ, തന്നെ എപ്പോഴും രക്ഷിച്ചുകൊള്ളുക, നിലനിർത്തിക്കൊള്ളുക. വന്നതൊക്കെ പോകും, പോയതൊക്കെ രണ്ടാമതും വന്നു എന്ന് വരാം. അപ്പം ക്ഷമയോടുകൂടി, സഹനശക്തിയോടുകൂടി എന്തു തന്നെ വന്നാലും അതിനെ നേരിടാനുള്ള ചിന്താഗതിയും വിചാര പദ്ധതിയുമാകണം എപ്പോഴും നമ്മുടെ മുൻപിൽ. ഞാൻ ആശ്രമത്തിൽ കഴിയാണ്. പെട്ടെന്ന് എനിക്ക് ഒരു ടെലിഫോൺ കോൾ വന്നു ബാംഗ്ലൂരിൽ നിന്ന്. സ്വാമിജി, എൻ്റെ മരുമകളുണ്ട് ഇന്ന സ്ഥലത്ത്, അവിടെ പോയി എൻ്റെ മരുമകളെ സ്വാമിജി ഒന്ന് കണ്ട് സമാധാനിപ്പിക്കണം. എന്താ വിഷയം? ആ കുട്ടിയുടെ ഭർത്താവ് പെട്ടെന്ന് മരിച്ചുപോയി ഗൾഫിൽ. മുല കുടിക്കുന്ന ഒരു കുട്ടിയുണ്ട്, അതെനിക്ക് മനസ്സിലാവുമായിരുന്നില്ല. ഉടനെ ഞാൻ അവിടെ ചെന്നപ്പോൾ വിളക്ക് കൊളുത്തി വെച്ചിട്ടുണ്ട്, ശോകമൂകം, എല്ലാവരുടെ നെറ്റിയിൽ നിന്നും പൊട്ടൊക്കെ മാറ്റിയിരിക്കുന്നു, വലിയ കരച്ചിലും പിരിച്ചിലും ഒക്കെയാണ്. കുട്ടിയുണ്ട്, മുല കുടിക്കുന്ന കുട്ടി. ആ കുട്ടിക്ക് മുലയൂട്ടാൻ പോലും പറ്റാതെ ആ വനിത കിടന്ന് ഉരുണ്ട് പെരണ്ട് കഴിഞ്ഞുകൂടുക. നിങ്ങൾക്കിത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ സദസ്സിനോട് ചോദിക്കുകയാണ്, മറുപടി പറയും. ശരിയാണോ? ബാക്കിയുള്ളവരൊക്കെ കണ്ടപടിയിരിക്കുന്നു. കുട്ടിക്ക് മുല കുടിക്കണോ വേണ്ടയോ? അത് അമ്മയുടെ മുലയല്ലേ കുടിക്കാൻ പറ്റുള്ളൂ. ഭർത്താവ് മരിച്ചു എന്നുള്ള പേരിൽ ദുഃഖിതയായി ആ കുട്ടി മുലയൂട്ടാനും കൂടി പറ്റാത്തൊരു നില വന്നാൽ ഇത് മനുഷ്യരാശിക്ക് ചേർന്നതാണോ എന്നൊരു ചോദ്യം ഞാൻ വിവേകത്തോടു കൂടി നിങ്ങളുടെ മുൻപിൽ എടുത്തെറിയാണ്. ഞങ്ങളുടെ ആശ്രമത്തിൻ്റെ അടുത്ത് ഒരു വീട്ടിലെ അമ്മ മരിച്ചു. കുട്ടികളെല്ലാവരും പരവശരായിരിക്കുന്നു. അവർ നമുക്ക് വേണ്ടപ്പെട്ടവരെ അടുത്തവരുമാണ്. അപ്പോൾ ഞാൻ അവിടെ കാണാൻ പോകുമ്പോൾ നമ്മുടെ ആശ്രമത്തിലെ മാജിയോട് പറഞ്ഞു, അതെ, ഒരു ഫ്ലാസ്കിൽ കുറച്ച് ചായയും കുറച്ച് ബിസ്ക്കറ്റും കയ്യിലിരുന്നോട്ടെ എന്ന്. അത് രണ്ടും കൂടി അവിടെ പോയി കുറച്ച് നേരം വർത്തമാനം പറഞ്ഞു. എന്നിട്ട് കുട്ടിയുടെ സഹോദരനെ വിളിച്ച് ഞാൻ പറഞ്ഞു, വത്സൻ ഒന്ന് കേൾക്കൂ, അവൾ ഭക്ഷണം വല്ലതും കഴിച്ചോ? കഴിച്ചില്ല. എത്ര നേരമായി നിങ്ങളിങ്ങനെ കരഞ്ഞുരുണ്ടുകൊണ്ടിരിക്കുന്നു? ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കും, പിന്നെയും കരയേണ്ടി വരും. കരയാനും കൂടി വെള്ളം വേണമല്ലോ. ഒന്നും കഴിച്ചില്ലല്ലോ. അപ്പം ഞാൻ കുറച്ച് ചായ കൊണ്ടുവന്നിട്ടുണ്ട്, ബിസ്ക്കറ്റും കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ആ കുട്ടി പ്രഗ്നൻ്റാണ്. അപ്പോൾ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ വിശപ്പ് കൂടുതലാണ്, കുട്ടിക്കും ഭക്ഷണത്തിൻ്റെ ആവശ്യമുണ്ടാവും. അപ്പോൾ എങ്ങനെയായാലും ഇത് കഴിപ്പിക്കണം, സ്വാമിജി തന്നെ കൊടുത്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിളിച്ചു, ഇല്ലതേ ഇങ്ങോട്ട് വരൂ, ഞാൻ പറയണ കേൾക്കൂ.
എന്നോടൊരു അക്ഷരം മിണ്ടരുത്. ഈ ഫ്ലാസ്കിലുള്ള ചായ കഴിച്ച് അതിലുള്ള ബിസ്ക്കറ്റും പൂർണ്ണമായിട്ട് കഴിക്കൂ, വേറെ ഒന്നും പറയരുത് എന്നോടെന്ന് പറഞ്ഞു. ആ കുട്ടി അത് കഴിച്ചു. നിങ്ങൾ എന്താ ഈ പറയണത്? ഈ ലോകത്തിൽ എന്തെങ്കിലും ഒന്ന് പുതിയതായി നടക്കുമെന്ന്? ദുഃഖമാകട്ടെ, സുഖമാകട്ടെ, സൗഭാഗ്യമാകട്ടെ, ദൗർഭാഗ്യമാകട്ടെ, ഇവിടെ ഒന്നും പുതുമ എന്നൊരു സംഭവമില്ല. ദ്രൗപദിയേക്കാൾ കഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു സ്ത്രീ ഈ സദസ്സിലുണ്ടോ? 11 മാസം രാവണൻ്റെ രാജധാനിയിൽ രാക്ഷസികളാൽ ചുറ്റപ്പെട്ട് കഴിച്ചുകൂട്ടിയ സീതയുടെ ദുഃഖത്തെ അതിജീവിക്കുന്ന ദുഃഖം അനുഭവിച്ചവർ ആരെങ്കിലും ഈ സദസ്സിലുണ്ടോ? കയ്യൊന്ന് പൊന്തിക്ക്. ഉണ്ടാവില്ല, ഉണ്ടാവില്ല. ആരും പെരുമ പറയരുത്. അയ്യോ അയ്യോ, എന്തായ്യോ, എന്തായി അയ്യോ, ഇന്ന് മരിച്ചാൽ നാളെ 2. എല്ലാവരുടെ കേസും അതാ. ഇന്ന് മരിച്ചു കഴിഞ്ഞാൽ നാളെ 2, മറ്റന്നാൾ 3, അത് കഴിഞ്ഞ് 9, 10 കഴിഞ്ഞാൽ പുലവ നീങ്ങി. ലോകം നിൽക്കാൻ പോകുന്നില്ല, ഭൂമിയും ഭ്രമണം നിർത്താൻ പോകുന്നില്ല. ഒരൊറ്റ ആളും ദുഃഖത്തിൻ്റെ പേരിലോ ഭയത്തിൻ്റെ പേരിലോ ഇങ്ങനെ അങ്ങോട്ട് മതിമറന്ന് പെരുമാറരുത്. സ്വന്തം ഭർത്താവ് മരിച്ചു, കിടന്ന് ഉരുളാൻ തുടങ്ങി. തൻ്റെ ഭർത്താവ് തനിക്ക് വേണ്ടപ്പെട്ടവനാണ്. ആ മൃതശരീരത്തിന് ചില മര്യാദകളൊക്കെ നമ്മൾ ചെയ്യാനുണ്ട്. ശവസംസ്കാരമാണെങ്കിൽ അതിന് വേണ്ടതുപോലെ ഒരുക്കു കൂട്ടി കൊടുത്തയക്കണം. ഇതൊന്നും പറ്റാതെ ഭാര്യ അങ്ങനെ കിടന്ന് ഉരുണ്ടു തുടങ്ങി. വല്ലവരും വന്നിട്ട് ആ ഭർത്തൃ ശരീരത്തെ കൈകാര്യം ചെയ്യണത് ഇത് ശോഭനമാണോ ഭാര്യയ്ക്ക് എന്ന് ഞാൻ ചോദിക്കുന്നു നിങ്ങളോട്. മറുപടി പറയും. പിന്നെ എന്താ നിങ്ങളുടെ ദുഃഖത്തിന് അർത്ഥം എന്ന്? മനുഷ്യത്വം മുൻപിൽ നിർത്തിക്കൊണ്ട് വേണം സർവ്വ സന്ദർഭങ്ങളെയും നേരിടാൻ. അതാണ് ഭഗവത്ഗീത, നമ്മുടെ ശാസ്ത്രം നമ്മളോട് ആവശ്യപ്പെടുന്നത്. പടക്കളത്തിൽ യുദ്ധം ചെയ്യാൻ വന്നു, അവിടെ ആചാര്യനാകാം, അവിടെ മുത്തശ്ശനാകാം, അമ്മാമന്മാരാകാം, സഹോദരന്മാരാകാം, പുത്രസ്ഥാനത്ത് നിൽക്കുന്നവരാകാം. അവരൊക്കെ സ്വയം ആലോചിച്ച് നോക്കി ഒറ്റയ്ക്കൊറ്റയ്ക്ക് തീരുമാനമെടുത്ത് കൊല്ലാനോ കൊല്ലപ്പെടാനോ തയ്യാറായിട്ട് വന്നവരാണ്. ആരും പടക്കളത്തിൽ നിന്ന് ജയിക്കാതെ പിന്മാറാൻ വന്നിട്ടില്ല. ഒന്നിലോ ശത്രുക്കളെ കൊന്നു പടക്കളത്തിൽ വീഴാൻ, അല്ലെങ്കിൽ ജയിച്ച് ബാക്കിയുള്ളവരെയൊക്കെ കൊന്ന് താൻ മാത്രമായി പോവാൻ വന്നവരാണ്. അവിടെ വേറെ ഒരു കഥനവും ശരിയാവില്ല. നമ്മുടെ മനസ്സിനെ പരീക്ഷിക്കാനുള്ളതാണ് ഭൂജീവിതം എന്ന് ഞാൻ സമ്മതിക്കുന്നു. പണം സമ്പാദിച്ച് സുഖഭോഗത്തോടു കൂടി കഴിയാൻ മാത്രമല്ല, മനസ്സിൻ്റെ പരീക്ഷണങ്ങളെ യഥാവിധി നേരിട്ട് ആ പരീക്ഷണങ്ങളിലൊക്കെ തരണം ചെയ്ത് ജീവിക്കാനുള്ള ഒരു വലിയ രംഗമാണ്, കർമ്മഭൂമിയാണ് ഈ ലോകം. അതിൽ കർമ്മം വിട്ട് ഒരു കാര്യവും നിങ്ങൾ പറയരുത്. എന്താ അതിനർത്ഥം? കണക്കില്ലാതെ കരയേ, കണക്കില്ലാതെ പുലമ്പ്. ഇതിന് എല്ലാറ്റിനും ഒരു ലിമിറ്റില്ലേപ്പാ, ഒരു സംസ്കാരമില്ലേ, ഒരു സഭ്യതയില്ലേ? എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും. അപ്പം അതൊന്നും ഇല്ലാതെ ആരും സംസാരിക്കരുത്. അർജുനന് കാര്യം മനസ്സിലായി. എന്തായാലും കൃഷ്ണൻ പറയണത് ശരിയാണ്, ഞാൻ ഈ യുദ്ധം ചെയ്യേണ്ടതാണ്. പക്ഷെ അത് ചെയ്യാനുള്ള ധൈര്യം എനിക്കില്ല, കാഴ്ചപ്പാട് എനിക്കില്ല, വീക്ഷണമില്ല, ആശയ തെളിച്ചമില്ല. അതുകൊണ്ട് ഞാനിതാ കീഴടങ്ങുന്നു. കാർപ്പണ്യദോഷോപഹത സ്വഭാവഃ കാർപ്പണ്യദോഷോപഹത സ്വഭാവഃ കാർപ്പണ്യദോഷോപഹത സ്വഭാവഃ. വരട്ടെ അങ്ങട് മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് മുത്ത് പോലെ ഓരോ അക്ഷരം. എന്താ നിങ്ങൾ ഈ കിടന്ന് ഉറങ്ങണത്? കേട്ടങ്ങോട്ട് ചൊല്ലൂ. കുട്ടികളോട് പഠിക്കൂ എന്ന് പറഞ്ഞാൽ പോരാ, നിങ്ങളും പഠിക്കണം. കാർപ്പണ്യദോഷോപഹത സ്വഭാവഃ പൃച്ഛാമി ത്വാം ധർമ്മസമ്മൂഢചേതാഃ ധർമ്മസമ്മൂഢചേതാഃ യശ്രേയസ്യാദ് നിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം ശാധിമാം ത്വാം പ്രപന്നം. ഇതാണ് ഗീതയുടെ തുടക്കം. അതും ഇതും പലതും ആലോചിച്ച് നോക്കി എൻ്റെ പൊന്നു കൃഷ്ണ, അങ്ങയുടെ ശാസനയും ഞാൻ ചെവിക്കൊണ്ടു. ചെയ്യേണ്ട കാര്യം ഇന്നതാണെന്നൊരു സൂചന എനിക്ക് കിട്ടി. പക്ഷേ എൻ്റെ മനസ്സിൻ്റെയും ബുദ്ധിയുടെയും ഇടുക്കം കൊണ്ട്
ഇടുക്കം കൊണ്ട് എനിക്ക് വേണ്ടതുപോലെ ചിന്തിച്ച് ആശയത്തെളിച്ചം വരുത്തി മനസ്സിനെ ഒന്ന് പിടിച്ചു നിർത്തി അമ്പും വില്ലും എടുക്കാനുള്ള ശക്തിയും സാന്നിധ്യവും എനിക്കില്ല. അതെൻ്റെ ദോഷമാണ്. കാർപ്പണ്യം എന്ന് പറയുന്ന ദോഷം, കൃപണത, ഒരു നിലയ്ക്ക് പിശുക്ക് എന്നർത്ഥം, അല്പത്തം. വിശാലമായി വിസ്തൃതമായി സംയോജിതമായി എല്ലാ ഭാഗവും ഉൾക്കൊണ്ട് ചിന്തിക്കാൻ പറ്റാത്ത ഒരു സർവഗ്രാഹി എന്ന് പറയുന്ന നിലയില്ല എൻ്റെ മനസ്സിന്. അതുകൊണ്ടുള്ള സ്വഭാവം. പൃച്ഛാമിത്വാം, അതുകൊണ്ട് ഞാൻ അങ്ങയോട് ചോദിക്കുന്നു. ധർമ്മസമ്മൂഢചേതാഃ, ധർമ്മത്തെക്കുറിച്ച് ആലോചിച്ച് നോക്കുമ്പോൾ ഞാൻ സമ്മൂഢനാണ്, മോഹിതനാണ്. അങ്ങനെ മോഹിതമായ ഒരു മനസ്സോടുകൂടി ചോദിക്കുകയാണ്. യശ്രേയസ്യാത്, ഈ സന്ദർഭത്തിൽ ഈ പടക്കളത്തിൽ നിന്നുകൊണ്ട് ഞാനിപ്പോൾ ഇരിക്കുകയാണ്. ഇവിടെ ഇരുന്നു കൊണ്ട് എങ്ങനെയായാൽ എനിക്ക് ശ്രേയസ് കൈവരുമോ? ശ്രേയസ്. ഞാൻ പടയിൽ ജയം മാത്രം അഭിലഷിക്കുന്നവനല്ല. എനിക്ക് രാജ്യം തിരിച്ചെടുക്കണം എന്ന ചുരുങ്ങിയ പരിമിതമായ ലക്ഷ്യവുമല്ല. ശ്രേയസ് കൈവരിക്കണം. ശ്രേയസ് പ്രേയസ് എന്ന് രണ്ടെണ്ണാണ്. പ്രേയസ് എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾക്ക് പ്രീതി നൽകുന്ന ഹ്രസ്വകാല ചിന്തയിൽപ്പെട്ടിട്ടുള്ള സുഖഭോഗങ്ങളാണ്. അത് വേണ്ട. എനിക്ക് ശ്രേയസ് വേണം. എൻ്റെ മനസ്സിനും ബുദ്ധിക്കും ഉൾജീവനും നല്ല ഔന്നത്യം കൈവരുന്ന മാർഗം എനിക്ക് പറഞ്ഞു തരണം. ആ ശ്രേയസ് എങ്ങനെയായാൽ വരുമോ അതെനിക്ക് പറഞ്ഞു തരൂ എൻ്റെ പൊന്നുകൃഷ്ണ. അത് പറഞ്ഞു തരാനുള്ളൊരു കളമൊരുക്കുന്നത് എങ്ങനെയാ? ശിഷ്യസ്തേഹം, ഞാൻ അങ്ങയുടെ ശിഷ്യനാണ്, ശ്യാലനാണ്, ബ്രദറിൻലോ ആണ് എന്ന് വിചാരിക്കരുത്. ശിഷ്യനായിട്ടാണ് അങ്ങയുടെ മുമ്പിൽ ഇപ്പോൾ ഇരിക്കുന്നത്. ഷാധിമാം ത്വാം പ്രപന്നം, മറ്റെല്ലാം വിട്ട് കൃഷ്ണനെ മാത്രം ഞാനിതാ ശരണം പ്രാപിച്ചിരിക്കുന്നു. ശിഷ്യനായി അങ്ങ് എൻ്റെ ഗുരുസ്ഥാനത്തിരുന്ന് ഗുരു ശിഷ്യനെ ഉപദേശിക്കുന്ന പോലെ ഉപദേശിക്കണം. ഭഗവത്ഗീത എന്ന് പറയുന്ന സംവാദം ഇങ്ങനെ ഗുരുവും ശിഷ്യനും മാത്രം തമ്മിൽ നടക്കുന്ന ഒരു സംവാദമാണ്. അവിടെ നിങ്ങൾ ഒരു കാര്യവും പിന്നെ എഴുന്നള്ളിക്കരുത്. അവിടെ കൃഷ്ണനെ ഭഗവാനാക്കി എന്നിട്ട് ഭഗവാൻ പറയണമെന്നൊന്നും എന്നോട് പറയരുത്. നിങ്ങൾ കടിഞ്ഞാണാണ് കയ്യിൽ, ചാട്ടയാണ് മറ്റേ കയ്യിൽ. പിന്നാക്കം തിരിഞ്ഞു നോക്കിക്കൊണ്ടാണ് കൃഷ്ണൻ ഉപദേശം നൽകുന്നത്. തേരാളി സ്ഥാനത്തിരിക്കുന്ന കൃഷ്ണൻ രഥിയോട് സംസാരിക്കുന്ന സംസാരമാണ്. രഥി തൻ്റെ ദൗർബല്യം വ്യക്തമായി പ്രകടമാക്കി സാരഥിയോട് തന്നെ സങ്കടത്തിൽ നിന്ന് ഉയർത്തണം എന്ന് പറയുന്നു. നമ്മുടെ ഭാരതത്തിൽ സാരഥിയാവാനുള്ള ലക്ഷണങ്ങളും അറിവും ഗുണഗണങ്ങളും എല്ലാം വിവരിച്ചിട്ടുണ്ട്. രഥിക്ക് എപ്പോഴെങ്കിലും മനസ്സിന് തളർച്ച വന്നാൽ ആ തളർച്ചയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റിയ തരത്തിൽ സാരഥി വാചാലനായി സംസാരിക്കണം. അതുകൊണ്ട് വലിയ അതിരഥന്മാരൊക്കെ സാരഥിമാരാകുന്ന സന്ദർഭങ്ങളുണ്ട്. വളരെ വിശേഷപ്പെട്ടതാണതൊക്കെ. അപ്പോൾ കൃഷ്ണൻ സാരഥിയായിരുന്ന് രഥിയെ ഉപദേശിക്കുന്നതിൽ നമ്മുടെ സാരഥി രഥി അവർ തമ്മിലുള്ള ഒരു സംബന്ധമുണ്ടല്ലോ, അതിൻ്റെ ഒരു ഫുൾഫിൽമെൻറ്റ്, ഒരു പൂരണവും കൂടിയുമാണ് ഇവിടെ നടക്കുന്നത്. അർജുനന് തൃപ്തിയായില്ല. അദ്ദേഹം ഒന്നും കൂടി കൂട്ടിച്ചേർക്കുന്നു. നഹി പ്രപശ്യാമി മമാപനുദ്യാത് യച്ഛോകമുച്ഛോഷണമിന്ദ്രിയാണാം അവാപ്യ ഭൂമാവസപത്നമൃദ്ധം രാജ്യം സുരാണാം അഭിചാധിപത്യം. എൻ്റെ കൃഷ്ണ, ഞാൻ കീഴടങ്ങി അങ്ങേ ഗുരുസ്ഥാനത്തിരുത്തി ഞാൻ ശിഷ്യനായി ചമ്രം പടിഞ്ഞിരിക്കുന്നു. എന്നാലും എൻ്റെ മനസ്സിൽ ഉള്ള ഒരു കാര്യവും കൂടി ഞാൻ വ്യക്തമാക്കിക്കൊള്ളട്ടെ. നഹി പ്രപശ്യാമി മമാപനുദ്യാത് യച്ഛോകം ഉച്ഛോഷണം ഇന്ദ്രിയാണാം. എൻ്റെ ഇപ്പോഴത്തെ നില എന്താണെന്നറിയാമോ കൃഷ്ണ? ശരീരം മുഴുവനും ചുട്ടുനീറണു, ഇന്ദ്രിയങ്ങൾ ചുട്ടുനീറ്റ. സാധാരണ ദുഃഖം മനസ്സിനെ മാത്രമേ പിടിപെടൂ. ആരും ഒരാൾ ദുഃഖം കൊണ്ട് എൻ്റെ ശരീരം ചുട്ടുനീറണു എന്ന് ആരും ഞാൻ പറഞ്ഞു കേട്ടിട്ടില്ല. ഇത് ഇന്ദ്രിയങ്ങളെ മുഴുവൻ ദഹിപ്പിക്കുമാറ് എൻ്റെ ദുഃഖം മനസ്സിൽ ഒതുങ്ങി നിൽക്കാതെ ശരീരത്തെ കൂടി ഗ്രസിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള ദുഃഖം ആദ്യമായിട്ട് എൻ്റെ മനസ്സ് വിട്ടു പോകണം. എന്നെ തണുപ്പിക്കണം, എന്നെ സംശാന്തമാക്കണം. അപ്പോൾ ആദ്യമായി തണുപ്പിച്ച് എൻ്റെ ദുഃഖം നീങ്ങിക്കഴിഞ്ഞാലേ എനിക്ക് എണീക്കാനും കൂടി പറ്റുള്ളൂ. ഞാൻ ഗാണ്ഡീവധാരിയായി നിന്നുകൊണ്ടിരുന്ന ആളാണ്. ശരീരം വിറച്ച്
ഗാണ്ഡീപം വഴുതി വീണ് വായ വരണ്ട് മനസ്സ് ചുഴലിക്കാറ്റ് പോലെയായി ബുദ്ധി യുദ്ധം ചെയ്യരുത് എന്ന കടുത്ത ഉപദേശവും തന്ന് അവശനായി നിൽക്കാൻ വയ്യാതെ കുഴഞ്ഞിരിപ്പായത്. ആ ഇരിപ്പിൽ നിന്ന് ഞാൻ എണീക്കണമെങ്കിൽ എൻ്റെ ദുഃഖം തുടച്ചു മാറ്റണം, എന്നെ തണുപ്പിക്കണം. അതിന് വല്ലതും അങ്ങയുടെ കയ്യിലുണ്ടെങ്കിൽ എന്നോട് പറയൂ, അതല്ലെങ്കിൽ മിണ്ടരുത് കൃഷ്ണ. കേൾക്കണുണ്ടോ നിങ്ങൾ? കേൾക്കണുണ്ടോ നിങ്ങൾ? മിണ്ടിപ്പോകരുത്. വല്ലവിധവും നീ എണീക്കുക അർജുന, യുദ്ധം ചെയ്യ്. ജയിച്ചാൽ നിനക്ക് രാജ്യം കിട്ടും, തോറ്റാൽ നിനക്ക് വീരസ്വർഗം കൈവരാം. പറയരുത്. ഇത് രണ്ടും സംഭവിക്കണമെങ്കിൽ ഞാൻ എണീറ്റ് യുദ്ധം ചെയ്യണം. അതിനനുവദിക്കാത്ത ഒരു ദുഃഖത്തീയാണ് എന്നെ വേവിക്കുന്നത്. ഇപ്പോൾ പറയൂ നിങ്ങൾ, ഭഗവത്ഗീതയുടെ ഉദ്ദേശം എന്താണെന്ന്? എന്തിനാണ് ഈ ഗീതാശാസ്ത്രം എന്ന് എന്നോട് പറയൂ. ദുഃഖം തുടച്ചു മാറ്റാൻ, ശ്രേയസ് കൈവരാൻ. ദുഃഖം തുടച്ചു മാറ്റൽ മനസ്സിൻ്റെ ആവശ്യമാണ്. ശ്രേയസ് കൈവരുന്നത് ബുദ്ധിയുടെ ആവശ്യമാണ്. പടക്കളത്ത് നിന്ന് അർജുനത ഒരു ശ്രേയോവാഞ്ചിയായി തീരുന്നു. എനിക്ക് ആവശ്യം ശ്രേയസ്സാണ്, വിജയമല്ല. പടയിൽ വിജയമല്ല, ശ്രേയസ്സാണ്. എനിക്ക് രാജ്യമല്ല ആവശ്യം, എനിക്ക് ആവശ്യം മോക്ഷമാണ്, ശ്രേയസ്സാണ്. ഏറ്റവും അധികം മനുഷ്യന് കയ്യിലാക്കാൻ സാധിക്കുന്നത് മനുഷ്യജന്മത്തിൽ ശ്രേയസ്, പ്രേയസല്ല. പടക്കളത്തിൽ നിന്ന് ശ്രേയസ് അഭിലഷിച്ച മഹാവീരനാണ് അർജുനനപ്പ. ആ പടക്കളത്തിൽ നിന്നുകൊണ്ട് തന്നെ അർജുനൻ്റെ അഭിലാഷം പൂർണ്ണമായി നിറവേറ്റിക്കൊടുത്തു നമ്മുടെ പൊന്നു കൃഷ്ണൻ. അതാണ് അദ്ദേഹത്തിന് യോഗ ചക്രവർത്തി എന്ന് പറയുന്നത്. ആ ചക്രവർത്തി സ്ഥാനം എവിടം കൊണ്ട് കിട്ടി? ശത്രുരാജാക്കന്മാരെ മുഴുവൻ സംഹരിച്ച് താൻ ചക്രവർത്തിയായി അശ്വമേധയാഗം നടത്തി എന്നുള്ളതൊന്നുമല്ല കൃഷ്ണൻ്റെ ചരിത്രം. സങ്കടമുള്ളവരുടെ സങ്കടം നീക്കി ശ്രേയസ് അഭിലഷിക്കുന്നവർക്കത് പൂർണ്ണമായി ലഭ്യമാക്കി കൊടുത്ത ഒരു അപൂർവ യോഗി വര്യൻ, യോഗി ചക്രവർത്തിയാണ് നമ്മുടെ കൃഷ്ണൻ. എവിടെ ആർക്ക് എന്താവശ്യമുണ്ടോ അത് അതേപടി നിറവേറ്റിക്കൊണ്ടുവരിക എന്നതാണ് കൃഷ്ണൻ്റെ ധർമ്മം. നരകാസുരൻ്റെ രാജധാനിയിൽ 16,000 കന്യകമാരെ പിടിച്ചു കൊണ്ടുവന്ന് പൂട്ടിയിട്ടിരുന്നു. വർത്തമാനമറിഞ്ഞ് ഈ കൃഷ്ണൻ ദ്വാരകയിൽ നിന്ന് പോയി. നരകാസുരൻ്റെ അടുത്ത് ചെല്ലുക എളുപ്പമല്ല. അവിടുത്തെ മതൽ കൽമതലല്ല. കൽമതൽക്ക് പുറമേ ചില മതലുണ്ട്. അഗ്നിമതലുണ്ട്, ജലമതലുണ്ട്, വായുമതലുണ്ട്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? കഠിനമായി ഊതുന്ന കാറ്റ് എങ്ങനെയാണ് അതിനെ പൊളിച്ചു കിടക്കുക? അത്യുജ്വലമായി പ്രവഹിക്കുന്ന ജലം അതിനെങ്ങനെയാണ് കിടക്കുക? ജ്വലിച്ച് ജ്വലിച്ച് പൊന്തുന്നതായ അഗ്നി. ഇങ്ങനെ 2-3 മതലുകളാൽ സംരക്ഷിക്കപ്പെട്ടതാണ് നരകാസുരൻ്റെ രാജധാനി. ആ 3നെയും ഭേദിച്ച് കൃഷ്ണൻ അവിടെ ചെന്ന് നരകാസുരനുമായി യുദ്ധം ചെയ്ത് തോൽപ്പിച്ച് തട്ടി താഴ്ത്തിട്ടു. എന്നിട്ട് ആ പൂട്ടുകളൊക്കെ തുറക്കാൻ പറഞ്ഞു. തുറക്കാൻ പറഞ്ഞപ്പോൾ എല്ലാം തുറന്നു. കാരാഗൃഹത്തിലുള്ള കന്യകമാരൊക്കെ പുറത്തു വന്ന് കൂപ്പുകൈയോടുകൂടി പറഞ്ഞു, മഹാപ്രഭോ, പരമാത്മാവേ, അങ്ങയോട് ഞങ്ങൾക്കൊരഭിലാഷമേ ഉള്ളൂ. ഞങ്ങളെ തട്ടിക്കൊണ്ടുവന്നതിൻ്റെ പേരിൽ ഞങ്ങൾക്കിനി തിരിച്ചു പോവാൻ പറ്റില്ല. ഒരാളും ഞങ്ങളെ സ്വീകരിക്കില്ല. അങ്ങ് ഞങ്ങളെ കാരാഗൃഹത്തിൽ നിന്ന് എങ്ങനെ മോചിപ്പിച്ചുവോ അതേമാതിരി ഇന്ന് മുതൽക്ക് അങ്ങ് മാത്രമാകണം ഞങ്ങളുടെ ഹൃദയേശ്വരൻ എന്നവർ പറഞ്ഞു. ക്ഷത്രിയന്മാരുടെ സിദ്ധാന്തം അനുവദിച്ച് ആരാണോ നമ്മുടെ കൈ ആവശ്യപ്പെടുന്നത് ആ ആളെ നമ്മൾ തിരസ്കരിക്കരുതെന്ന് ക്ഷത്രിയന്മാർക്കുള്ള ഒരു ശാസനയാണ്, ഒരു ധർമ്മ സിദ്ധാന്തമാണത്. ശരി എന്ന് സമ്മതിച്ചു. സർവ്വ ആൾക്കാരെയും പല്ലക്കിൽ പറഞ്ഞയച്ചു ദ്വാരകയിലേക്ക്. അവിടെ നിന്ന് കൃഷ്ണൻ പിന്നീട് ഒരേ മുഹൂർത്തത്തിൽ 16,000 കന്യകമാരെയും വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഇല്ല, ഇല്ല, കേൾക്കില്ല. 16,000 കന്യകമാരെയും ഒരേ മുഹൂർത്തത്തിൽ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. ഒരേ മുഹൂർത്തത്തിൽ 16,000 കൃഷ്ണന്മാർ എല്ലാവരുടെ കഴുത്തിലും മാല അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വിവാഹം കഴിച്ചു. അപ്പോൾ നമ്മുടെ ഒറിജിനൽ കൃഷ്ണനെ ആരാ കല്യാണം കഴിച്ചതെന്ന് ചോദിച്ചാൽ അത് വേദവ്യാസർക്കും അറിയില്ല എന്നാണ് എനിക്ക് തോന്നണത്. അവർ ആവശ്യപ്പെട്ടപ്പോൾ ആ ആവശ്യം നിറവേറ്റി കൊടുത്തു. ഇവിടെ അർജുനൻ്റെ ആവശ്യം ദുഃഖനിർമ്മാർജ്ജനമാണ്, ശ്രേയപ്രാപ്തിയാണ്. ഇതാ അത് നിറവേറ്റാനുള്ള സംഭാഷണം തുടങ്ങും, സംവാദം.
ഇതാണ് ഭഗവത്ഗീത. തമുവാച ഹൃഷീകേശ പ്രഹസന്നിവ ഭാരത സേനയോരുഭയോർമധ്യേ വിഷീദന്തമിദം വചഃ. ഇങ്ങനെ പരിപൂർണമായി ശരണം തേടിയപ്പോൾ കൃഷ്ണൻ ചിരിച്ചുകൊണ്ട് സംസാരിക്കാൻ തുടങ്ങി. എന്നെ അർജുനൻ അറിയാമോ, എത്ര കാലമായി ഞാൻ എന്നോട് എൻ്റെ പൊന്നർജുനൻ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമെന്ന് വിചാരിച്ച് നടക്കണു. ഇന്നേ വരെ നടന്ന് ഞാൻ തോറ്റു ക്ഷീണിച്ചതേ ഉള്ളൂ. ഏതാണ്ട് നിരാശപ്പെട്ടിരിക്കുമ്പോഴാണ് എൻ്റെ അർജുനൻ എന്നോട് ഇങ്ങനെ ഒരു അപേക്ഷയുമായി നിൽക്കുന്നത്. എനിക്ക് വളരെ സന്തോഷം. എൻ്റെ അർജുനൻ പൂർണ്ണമാകണം എന്നൊരു വിചാരം എനിക്കുണ്ട്. അവന് ചില പോരായ്മകളുണ്ട്. ഭൗതികമായ അഭിവൃദ്ധി വേണ്ടത്രയുണ്ട്. ഗാണ്ഡീവവും കയ്യിലുണ്ട്. ബ്രഹ്മശിരോസ്ത്രവും ദ്രോണാചാര്യരുടെ അടുത്ത് നിന്ന് കിട്ടി. ഇനി ഒരു കുറവും അർജുനനില്ല. പക്ഷേ അർജുനൻ്റെ ഉള്ളു പൊള്ളയാണ്. ശരീരത്തിൻ്റെ ഉള്ളിൽ ശരീരത്തിനെ ഉജ്ജീവിപ്പിച്ച് നിർത്തുന്ന ഒരു അതിമഹത്തായ അനിർവചനീയമായ ചേതനാ സാന്നിധ്യമുണ്ട്. ആ പരമാത്മാവിനെ പറ്റി ഒന്നും അറിയില്ല. ആ ആത്മജ്ഞാനം ഇല്ലാത്തതിൻ്റെയും ആത്മബലം ആത്മവീര്യം ജ്വലിപ്പിക്കാൻ പറ്റാത്തതിൻ്റെയും ഫലമായിട്ടാണ് ഈ തളർച്ചയും കുഴച്ചലും ഇരിക്കലുമൊക്കെ. ഇപ്പം എനിക്ക് നല്ലൊരു അവസരം കിട്ടി എന്ന് പറഞ്ഞ് കൃഷ്ണൻ സന്തോഷിച്ച് പ്രഹസന്നിവ ഭാരത ചിരിച്ചുകൊണ്ടാണ് അർജുനോട് മറുപടി പറയണത്. ആരെങ്കിലും ദുഃഖിക്കുമ്പോൾ നിങ്ങളും കൂടെ ദുഃഖിച്ചാൽ നിങ്ങൾക്ക് എങ്ങനെ ആളെ സമാധാനിപ്പിക്കാൻ പറ്റും? ഒരു രോഗിയെ ശുശ്രൂഷിക്കാൻ വന്ന ഡോക്ടർ അടുത്ത് ചെന്നപ്പോൾ രോഗി പ്രാണവേദനയോടുകൂടി കിടന്ന് പിടയുക. അത് കണ്ടിട്ട് കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് ഡോക്ടറെ അടുത്ത് നിൽക്കണോ, അതോ ആ വേദന മാറ്റാനുള്ള ചികിത്സയുമായി വരണോ? നിങ്ങൾ നല്ല പോലെ മനസ്സിലാക്കൂ. കരയുന്ന ഒരാളെ സമാധാനിപ്പിക്കുന്നവൻ കരയരുത്, അയാൾക്ക് ചിരിക്കാൻ പറ്റണം. അപ്പോഴേ കരയുന്ന ആളെ സമാധാനിപ്പിക്കാൻ പറ്റൂ. അപ്പോൾ പ്രഹസന്നിവ, നമ്മൾ ഭഗവാന്റെ അടുത്ത് ഒരു കാലടി വെച്ചാൽ 2 അടിയോ 3 അടിയോ ഭഗവാൻ ഇങ്ങോട്ട് വയ്ക്കും. അപ്പോൾ എനിക്കൊരവസരം കിട്ടിയല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ഈ സംവാദത്തെ പൂർണ്ണമാക്കും, എത്രയും വിശദമാക്കും, വിശാലമാക്കും, ഗാഠമാക്കും, ഉന്നതമാക്കും, ഉത്തുംഗമാക്കും എന്ന് കണക്കാക്കിയാണ് കൃഷ്ണൻ സംസാരിക്കാൻ തുടങ്ങിയത്. സംസാരത്തിൻ്റെ മഹത്വം 2-ാമത്തെ അധ്യായം 11-ാമത്തെ ശ്ലോകം മുതൽക്കാണ് കൃഷ്ണൻ്റെ അസ്സൽ ഉപദേശം. അതിനു മുൻപ് പറഞ്ഞത് 2 ഒരു വലിയ താക്കീതെന്ന പോലെ പറഞ്ഞതാ. ഇനി അവിടുന്ന് അങ്ങോട്ടാണ് വിശദീകരണവും വിജ്ഞാപനവും ഒക്കെ നടക്കുന്നത്. കേട്ടോളൂ. അശോച്യാനന്വശോചസ്ത്വം പ്രജ്ഞാവാദാംശ ഭാഷസേ ഗതാസൂൻ അഗതാസൂംശ നാനുശോചന്തി പണ്ഡിതാ. അർജുനൻ ഇവിടെ വിഷമിക്കുന്നത് എന്താ? ദുഃഖം കൊണ്ട് എത്രത്തോളം കാലം വിഷമിക്കും? ദുഃഖത്തെ വിശകലനം ചെയ്ത് അതിൻ്റെ അന്തസാരം മനസ്സിലാക്കുന്നത് വരെ ദുഃഖം നമ്മുടെ മനസ്സിന് വിട്ടുപോവില്ല. അപ്പോൾ ഭഗവത്ഗീതയിൽ വിഷയം എന്താ? ചർച്ചാ വിഷയം ദുഃഖം, സംശയം, വ്യാമോഹം, ഭ്രമം, അസ്ഥിരത, ആശയത്തെളിച്ചമില്ലായ, ഇതൊക്കെയാണ് ചർച്ചാ വിഷയം. ഈ വിഷയങ്ങളെല്ലാം എല്ലാവരുടെയും മനസ്സിനെ പിടികൂടി നമ്മളെ പീഡിപ്പിക്കുന്നതാണ്. അപ്പോൾ ഭഗവത്ഗീത എക്കാലത്തും മനുഷ്യൻ ആവശ്യപ്പെടുന്നതും അഭിലഷിക്കുന്നതുമാണ്. കാരണം അവൻ്റെ മനസ്സിൻ്റെ വിഷമങ്ങളാണ് അവിടെ ചർച്ച. അത് തീർക്കുന്നതാണ് അതിൻ്റെ ലക്ഷ്യം. ആ ചർച്ച നടത്തി അതിൽ അർജുനൻ പങ്കെടുത്തു. ആ വിഷമങ്ങളെല്ലാം തീർന്നു, പരിഹരിച്ചു. ചോദിച്ചപ്പോൾ ഭേഷായി മനസ്സിലായി, ഞാനിതാ എൻ്റെ അമ്പും വില്ലും എടുത്ത് യുദ്ധം ചെയ്യായി എന്ന് അർജുനൻ തന്നെ പറഞ്ഞു. ഇതിലും മീതെ നിങ്ങൾക്ക് എന്താ തെളിവ് വേണ്ടേ? സഞ്ജയൻ കേട്ടുകൊണ്ടിരുന്ന സഞ്ജയൻ അത് സമ്മതിച്ച് സമ്മതിമുദ്ര നൽകുകയും ചെയ്തു. ഇതാണ് ഭഗവത്ഗീത. നോക്കൂ എങ്ങനെ ചർച്ച പോകണമെന്ന്. അശോച്യാനന്വശോചസ്ത്വം പ്രജ്ഞാവാദാംശ ഭാഷസേ ഗതാസൂൻ അഗതാസൂംശ്ച നാനുശോചന്തി പണ്ഡിതാ. അർജുനൻ എന്നോട് പലതും പറഞ്ഞു, പലതും പറഞ്ഞാണ് നിർത്തിയിരിക്കുന്നത്. ആ വാക്കുകളൊക്കെ കേട്ടാൽ നമ്മുടെ ശാസ്ത്രങ്ങളും ഇതിഹാസങ്ങളും പുരാണങ്ങളുമെല്ലാം വായിച്ച് അതിലുള്ള തത്വമൂല്യ സിദ്ധാന്തങ്ങളൊക്കെ അവതരിപ്പിച്ചുകൊണ്ട്
യുദ്ധം ചെയ്യാതെ ഇരിക്കാനുള്ള കാര്യകാരണങ്ങൾ നിരത്തി വച്ചു. അതുകൊണ്ട് യുദ്ധം ചെയ്യരുത് എന്ന് സമർത്ഥിച്ചുകൊണ്ടാണ് സംസാരിച്ചത്. ഇത് പണ്ഡിതൻ്റെ സ്വഭാവമാണ്. അപ്പോൾ പണ്ഡിതനെ പോലെയാണ് അർജുനൻ സംസാരിക്കുന്നത്. എന്നാലോ പ്രവൃത്തിയിൽ ഞാൻ കാണുന്നത് പാണ്ഡിത്യമല്ല, മൂഢത്വമാണ്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? കേട്ടോളൂ ഭഗവത്ഗീത എന്താണെന്ന്. അശോച്യാൻ അന്വശോചസ്ത്വം. ആരെക്കുറിച്ച് ദുഃഖിക്കാൻ പാടില്ലയോ അവരെക്കുറിച്ചാണ് അർജുന ദുഃഖിക്കുന്നത്. ഇവിടെ ദുഃഖം ആരെക്കുറിച്ചാണ്? പ്രധാനമായും ഭീഷ്മനും ദ്രോണനും, അവർ രണ്ടുപേരെയും കുറിച്ചാണ്. ആരാണ് ഈ ഭീഷ്മൻ? മഹാപ്രാജ്ഞൻ, അസ്ത്രശസ്ത്ര പാരംഗതൻ, അജയ്യൻ, നിസ്തുലൻ. അദ്ദേഹത്തിന് അങ്ങേയറ്റം ജ്ഞാനമുണ്ട്. അങ്ങനെയുള്ള ഒരു ഭീഷ്മൻ സൈന്യ തലവനായി നിൽക്കുന്ന യുദ്ധം നിങ്ങൾക്ക് കൂടി പടപൊരുതാനുള്ള ഒരു അനുവാദം, ഒരു സമ്മതിപത്രമല്ലേ? അവരുടെ മുഖത്തിൽ എന്തെങ്കിലും കോട്ടമുണ്ടോ, കുറവുണ്ടോ? അയ്യോ, ഈ യുദ്ധം ചെയ്യേണ്ടി വന്നിട്ടുണ്ടല്ലോ, എൻ്റെ തന്നെ പൗത്രന്മാരെ എനിക്ക് കൊന്നൊടുക്കേണ്ടി വരില്ലേ എന്ന് പറഞ്ഞ് ഭീഷ്മൻ കണ്ണീര് വാർക്കുന്നുണ്ടോ? ദ്രോണാചാര്യൻ ശിഷ്യന്മാരോട് പൊരുതേണ്ടി വരും എന്ന് പറഞ്ഞ് കണ്ണീര് വാർക്കുന്നുണ്ടോ? ഇല്ല. അവർ രണ്ടുപേരും ഉറച്ച ബുദ്ധിയോടുകൂടി മന്ദസ്മിത മുഖത്തോടുകൂടി എന്തു വന്നാലും ചെയ്യാൻ തയ്യാറായി. എല്ലാവരോടും അസ്ത്രശസ്ത്രങ്ങൾ പ്രയോഗിച്ചോളൂ, ഞങ്ങളുടെയും നേരെ എന്ന് പറഞ്ഞ് തെളിഞ്ഞു നിൽക്കുകയാണല്ലോ. അർജുനന് മാത്രമായിട്ട് ഇവിടെ ഒരു യുദ്ധഭീഷണി എങ്ങനെയാ വരിക? എല്ലാവരും പങ്കെടുക്കുന്നതല്ലേ യുദ്ധം. ഈ ദൃശ്യം അർജുനൻ കാണുന്നത് പോലെ അവർക്കും ദൃശ്യമല്ലേ? അവർക്കൊരു കുലുക്കവുമില്ലാതിരിക്കെ അർജുനന് മാത്രം എന്താണ് ഈ കുലുക്കം? അർജുനന് മാത്രം എന്താണ് ഈ ദുഃഖം? അപ്പം അവരെ കണ്ട് നമസ്കരിച്ച് എനിക്ക് പേടിയാവണു, എനിക്ക് വിഷമം തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ വിഷമമില്ലല്ലോ. എന്താണ് എൻ്റെ പൊന്നു മുത്തശ്ശ ഇതിന് കാരണം? അങ്ങക്ക് എന്തുകൊണ്ട് വിഷമമില്ല? ദ്രോണാചാര്യർക്ക് എന്തുകൊണ്ട് വിഷമമില്ല? ആ വിഷമമില്ലാതെ ഇരിക്കാനുള്ള കാരണം അറിവാണെങ്കിൽ അറിവ്, അനുഭവമാണെങ്കിൽ അനുഭവം, വീക്ഷണമാണെങ്കിൽ വീക്ഷണം എനിക്ക് കൂടി ഒന്ന് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞ് കാക്കൽ വീണ് നമസ്കരിച്ച് ചോദിച്ചൂടെ? അതിന് പകരം ഈ ഗുരുനാഥന്മാരെ ഞാൻ എങ്ങനെ കൊല്ലും? അവരെ കൊന്നതിന് ശേഷം രക്തപങ്കിലമായിരിക്കുന്ന ഭോഗങ്ങൾ എങ്ങനെ അനുഭവിക്കും എന്നൊക്കെ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഇതിൽ ഞാൻ വിവേകം കാണുന്നില്ല, മൂഢതയെ കാണുന്നുള്ളൂ. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? നോക്കൂ, ഇതാണ് ഭാരതം. ഭാരതീയരുടെ മുൻപിൽ മാത്രം നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. ആര് വേണമെങ്കിൽ മരിക്കട്ടെ, മരിക്കുന്നവർ മരിക്കും, ജീവിക്കുന്നവർ ജീവിക്കും. മരണം ജീവിതത്തിന് പൂരകമാണ്. ജീവിതത്തിന് പൂരകമാണ് മരണം, മരണത്തിന് പൂരകമാണ് ജീവിതം. ഇവ രണ്ടും കൈകോർത്ത് പിടിച്ച് ഡാൻസ് കളിക്കുകയാണ് ചെയ്യുന്നത് ഭൂമണ്ഡലത്തിൽ. ഒറ്റ ആളും മിണ്ടരുത്. ഇത് നിങ്ങൾ നിശ്ചയിച്ച ക്രമമല്ല, പദ്ധതിയല്ല. ഭൂമി എവിടെ നിന്നുണ്ടായോ, ഭൂമി എങ്ങനെ ഭ്രമണം ചെയ്തുകൊണ്ട് രാപ്പകലുകൾ ഉണ്ടാക്കി സൂര്യനെ പ്രദക്ഷിണം വെച്ച് വർഷങ്ങളടക്കം രചിക്കുന്നുവോ അതുപോലെ ഭൂജീവിതത്തിൽ പല വ്യവസ്ഥകളുമുണ്ട്. അതിൻ്റെ പാട്ടിൽ നടന്നുകൊള്ളും. അത് കണ്ടറിയാനുള്ള ബുദ്ധിയും വിവേകവും നിങ്ങൾക്കുണ്ടാവട്ടെ. അതിൻ്റെ മുൻപിൽ ഒരു പ്രണാമ മനസ്ഥിതി, ഒരു അംഗീകാര മനസ്ഥിതി, ഒരു സമഞ്ജസ മനസ്ഥിതി നിങ്ങൾക്കുണ്ടാവണം. നിങ്ങളുടെ പോരായ്മയാണ് ഇവിടുത്തെ പോരായ്മ, നിങ്ങളുടെ അപൂർണതയാണ് ഇവിടുത്തെ അപൂർണത. അല്ലാതെ ഒരു സ്ഥലത്തും ഒന്നും ഡാൻസ് ചെയ്യുന്നില്ല. മിണ്ടരുത്. അശോച്യാൻ അന്വശോചസ്ത്വം പ്രജ്ഞാവാദാംശ്ച ഭാഷസേ. കേൾക്കുമ്പോൾ പണ്ഡിതനെ പോലെ സംസാരിക്കുന്നു, എന്നാൽ പ്രവർത്തനത്തിലും കാര്യത്തിലും അങ്ങനെ അല്ലതാനും. ഗതാസൂൻ അഗതാസൂംശ്ച നാനുശോചന്തി പണ്ഡിതാഹ. ഈ രാജ്യത്തിൻ്റെ സംസ്കാരമനുസരിച്ച്, സഭ്യതയനുസരിച്ച് അറിവുള്ള ഒരു ഒറ്റ കൂട്ടരും മരിച്ചവരെക്കുറിച്ചോ മരിക്കാതെ മരിച്ചുകൊണ്ടിരിക്കുന്നവരെക്കുറിച്ചോ ദുഃഖിക്കാറില്ല. അവരുടെ ദൃഷ്ടിയിൽ രണ്ടുപേരും തുല്യരാണ്. ഈ ഭൂമുഖത്ത് നിങ്ങൾക്കറിയാമോ, 10,000 കോടി ജനങ്ങൾ മരിച്ചു കഴിഞ്ഞു ഇന്നേ വരെ. ഇന്ന് ജീവിച്ചിരിക്കുന്നവർ 700 കോടി ജനങ്ങളാണ്. ഈ 10,000 കോടിയും മരിച്ചിരുന്നില്ലെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? നിങ്ങൾക്കൊരു തുണ്ട് പോലും ഭൂമി കിട്ടുമോ? ഉറുമ്പരിക്കാൻ പോലും ഇവിടെ സ്ഥലമുണ്ടാകുമോ? എന്താ മിണ്ടാത്തെ?
മറുപടി പറയും. ബുദ്ധിയെ പണയം വെച്ച് ഇവിടെ ഇരിക്കരുത്. എല്ലാവരും എണീറ്റ് പോവും. ബുദ്ധിയെ പണയം വയ്ക്കരുത്. ബുദ്ധിയെ ഉപയോഗിച്ചുകൊണ്ട് സ്വാമിജിയുടെ ചോദ്യത്തിന് മറുപടി പറയണം. 10,000 കോടി ജനങ്ങളാണ് ഇവിടെ ജീവിച്ച് താഴത്ത് വീണ് മരിച്ചു പോയിരിക്കുന്നത്. 700 കോടിയേ എന്ന് ജീവിക്കുന്നുള്ളൂ. അങ്ങനെ 10,000 കോടി മരിച്ചു പോയതുപോലെ ഈ സഭാനികേതനിലുള്ളവരടക്കം നമ്മൾ എന്തു ചെയ്യുമെന്ന് നിങ്ങൾ എന്നോടൊന്ന് പറയൂ. നിങ്ങൾ എന്തു ചെയ്യും അവസാനം? കണ്ടോ, ഊച്ചാളികളായ എല്ലാവരും. നിങ്ങൾ അവസാനം എന്താ ചെയ്യാൻ പോണത്? മരിക്കും. ഒന്ന് പറയണപ്പാ. അഗ്നി അഗ്നി എന്ന് പറഞ്ഞാൽ നാവ് ചുടുവോ? അപ്പം മരണം എന്ന് പറഞ്ഞാൽ മരിക്കുവോ? ഉറക്കെ പറയൻ മരിക്കുന്ന. ഇങ്ങനെയാണ് മരണത്തിനെ അതിജീവിക്കുക. പേടിത്തൂറികളായിട്ടല്ല. നമുക്ക് കണ്ണുണ്ട് കാണാൻ, കാണാത്തത് ഗ്രഹിക്കാൻ ബുദ്ധിയുണ്ട്, മനസ്സുണ്ട്. അത് ഉപയോഗിക്കൂ. അനിവാര്യമാണ് മരണം. ജീവിതത്തിന് പൂരകമാണ് മരണം. ഇവിടെ വാസ്തവത്തിൽ ഒരു കൂട്ടരേ ഉള്ളൂ, മരിച്ചു പോയവർ. പിന്നെയുള്ളവരോ മരിക്കാൻ പോകുന്നവർ. അപ്പം മരിച്ചവരെക്കുറിച്ച് ദുഃഖിക്കുന്ന പക്ഷം ജീവിച്ചിരിക്കുന്നവരെ നോക്കി അവർ മരിച്ചുപോയി, നിങ്ങളിതാ മരിക്കാൻ പോണു. രണ്ടാളെക്കുറിച്ച് ഒരുപോലെ ദുഃഖിക്കണ്ടേ? എന്താ മിണ്ടാത്തെ? ഇതാണ് വേദാന്തം, ഇതാണ് ജ്ഞാനം, ഇതാണ് വിവേകം. അത് നമ്മുടെ ബുദ്ധിക്കുള്ള ഭക്ഷണമാണ്, ബുദ്ധിക്കുള്ള വിഭവമാണ്. കണ്ണിനുള്ള വിഭവമാണ് പൂന്തോട്ടങ്ങളും മറ്റും. മനസ്സിനുള്ള വിഭവം ശാന്തിയാണ്, സന്തോഷമാണ്. ബുദ്ധിക്കുള്ള വിഭവം ജ്ഞാനമാണ്, വിജ്ഞാനമാണ്. രണ്ടിനും അതീതമായ നിലയാണ്. ബുദ്ധി കൊണ്ട് നമുക്ക് പ്രപഞ്ചത്തിൻ്റെ അങ്ങേ അറ്റത്തെത്താം, നടന്നവിടെ എത്താൻ പറ്റില്ല. അശോച്യാനന്വശോചസ്ത്വം. നമ്മളെല്ലാവരും പിറന്നാൾ ആഘോഷിക്കുന്നു. എന്ത് പിറന്നാൾ? പിറന്നാളോ അതോ പിറന്നാളിൽ നിന്ന് അകന്നു വരുന്ന ദിവസമോ? അപ്പം മരണസമീപനമാണ് നമ്മുടെ പിറന്നാൾ. സൂക്ഷിച്ചോളൂ. അശോച്യാനന്വശോചസ്ത്വം പ്രജ്ഞാവാദാംശ ഭാഷസേ ഗതാസൂൻ അഗതാസൂംശ നാനുശോചന്തി പണ്ഡിതാഹ. ഇങ്ങനെ മരിച്ചവരെക്കുറിച്ചും മരിക്കാതെ ജീവിച്ചിരിക്കുന്നവരെക്കുറിച്ചും സംഭാവത്തോടു കൂടിയിരിക്കുന്ന പാണ്ഡിത്യത്തിൻ്റെ രഹസ്യം എന്താ? കൃഷ്ണ, എനിക്ക് മനസ്സിലാവുന്നില്ല, ഒന്ന് പറഞ്ഞു തരാമോ എന്ന്. എന്ത് വീക്ഷണം കൈപ്പറ്റിയിട്ടാണോ വാസ്തവത്തിൽ പണ്ഡിതന്മാർ മരിച്ചവരെയും മരിക്കാത്തവരെയും, പ്രാണൻ പോയവരും പ്രാണൻ പോകാത്തവരും രണ്ടുപേരെയും ഒരുപോലെ കാണുന്നത്? എന്താണ് അവരുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ഉത്തുംഗമായിരിക്കുന്ന വീക്ഷണം? ഒന്ന് പറഞ്ഞു തരാമോ എന്ന് പറഞ്ഞ് അർജുനൻ്റെ മനസ്സിൽ തോന്നിയപ്പോൾ കൃഷ്ണൻ പറയുകയാണ്, ഇതാണ് ഗീതയുടെ അസ്സലുപദേശം, എല്ലാവർക്കുമുള്ളത്. നത്വേവാഹം ജാതുനാസം നത്വം നേമേ ജനാധിപാഃ നചൈവന ഭവിഷ്യാമഃ സർവേ വയമതഃ പരം. അർജുനൻ്റെ ധാരണ എന്താ? ദേവകി പ്രസവിച്ചപ്പോഴാണ് കൃഷ്ണൻ കുഞ്ഞ് ജനിച്ചതെന്ന്. അല്ല, ദേവകി പ്രസവിച്ചത് എൻ്റെ ശരീരത്തെയാണ്, എന്നെ പ്രസവിച്ചിട്ടില്ല. ശരീരമല്ല ഞാൻ, ശരീരം എൻ്റെ ശരീരമാണ്. നിങ്ങളെ ശരീരമോ അതോ നിങ്ങളുടെ ശരീരമോ എന്ന് ചോദിക്കണു ഞാൻ. എനിക്കൊരു ശരീരമുണ്ടെന്നാണോ നിങ്ങളുടെ പ്രസ്താവന, അതോ ഞാൻ ശരീരമാണെന്നോ? നിങ്ങൾക്കൊരു ശരീരമുണ്ടെന്ന് പറഞ്ഞു തരുന്നത് നിങ്ങളുടെ മനസ്സാണ് എനിക്കൊരു ശരീരമുണ്ടെന്ന് ഉണരുന്നത്. അപ്പം ശരീരമല്ല നമ്മൾ. എൻ്റെ ശരീരം, എൻ്റെ മനസ്സ്, എൻ്റെ ബുദ്ധി, എൻ്റെ അഹങ്കാരം, എൻ്റെ വേഷസംവിധാനം, എൻ്റെ വീട്, എൻ്റെ കുട്ടികൾ, ഭാര്യ, മക്കൾ, അച്ഛൻ, അമ്മ, സ്വത്ത്, സ്വാതന്ത്ര്യം ഒക്കെ എൻ്റെയാണ്. ഷഷ്ഠീ വിഭക്തിയാണ്. ഞാൻ എന്ന് പറയുന്നത് അവിടെ വേറെ നിൽക്കുന്നു. ഞാൻ ഈ പറയുന്നത് ഒന്നുമല്ല. ഞാൻ എന്ന് പറയുന്ന വാക്ക് അർജുന എൻ്റെ ശരീരത്തെയോ മനസ്സിനെയോ ബുദ്ധിയെയോ സൂചിപ്പിക്കുന്നതല്ല. അത് ശരീരം പിറക്കുന്നതിന് മുൻപ് ഉണ്ടായിരുന്നു. മുൻപ് ഇല്ലായിരുന്നുവെങ്കിൽ പിന്നെ എങ്ങനെയാ ഉണ്ടാവുക? ഇല്ലാത്തതൊന്നും ഉണ്ടാവുമോ? എന്താ മിണ്ടാത്തെ? ഇല്ലാത്തത് ഉണ്ടാവുമോ? ഉള്ളത് നശിക്കുമോ? ഉണ്മ തന്നെ, അത് അനുണ്മയാവില്ല. അപ്പോൾ ദേവകി പ്രസവിച്ചത് എൻ്റെ മാംസപിണ്ഡത്തെ മാത്രം. ഷീ ഈസ് ഓൺലി മൈ ബയോളജിക്കൽ മദർ.
I don't have a spiritual mother as such. I am. ഞാൻ വാസ്തവത്തിൽ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള സാന്നിധ്യമാണ്. ആ സാന്നിധ്യത്തിൻ്റെ സ്ഫുരണമാണ് മനസ്സ്, സ്ഫുരണമാണ് ബുദ്ധി, സ്ഫുരണമാണ് അഹങ്കാരം. ആ മനസ്സാണ് നമ്മോട് പറയണത് ഒരു ശരീരമുണ്ട് എന്ന്. ഈ ശരീരത്തിന് മനസ്സ് ഉണർത്തുന്നത് പോലെ ശരീരമില്ലെന്ന് തോന്നിച്ച് നിങ്ങളെ 8 മണിക്കൂറോളം കിടത്തി ഉറക്കുന്നുമുണ്ട്. ഉറക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ദേഹബോധമുണ്ടോ? ഇല്ല. നിങ്ങൾക്ക് ദേഹമില്ല, മനസ്സില്ല, ബുദ്ധിയില്ല, അഹങ്കാരമില്ല, ഈ ലോകവുമില്ല. എല്ലാം മറന്ന് ഞാൻ കിടന്നുറങ്ങി സുഖമായി എന്നാണ് എല്ലാവരും പറയണത്. ദരിദ്രൻ്റെ ഉറക്കം, ധനികൻ്റെ ഉറക്കം, കള്ളൻ്റെയും മുള്ളൻ്റെയും ഉറക്കം, വ്യഭിചാരിയുടെയും ഉറക്കം, ദേവന്മാരുടെയും ഉറക്കം എല്ലാം ഒരേപോലെ മറന്ന ഉറക്കമാണ്. ഓർമ്മ വെച്ചുകൊണ്ടുള്ളതല്ല. ഉറങ്ങി എന്ന് പറയുന്നത് സകർമ്മക ക്രിയയല്ല, അകർമ്മക ക്രിയയാണ്. അതിന് ഓബ്ജക്റ്റ് ഇല്ല, അതിന് കർമ്മമില്ല, കർത്താവ് മാത്രമേ ഉള്ളൂ. ഞാനാണ് ഉറങ്ങിയത്, ഞാൻ. ആ ഉറങ്ങിയവനാണ് ഞാൻ. ആ സമയത്ത് എനിക്ക് ദേഹമില്ല, മനസ്സില്ല, ബുദ്ധിയില്ല, ഒന്നുമില്ല. അങ്ങനെ ഒന്നുമില്ലാതെ എല്ലാറ്റിനെയും ബോധിച്ചുകൊണ്ട് കഴിയുന്ന ഞാൻ സ്വതന്ത്രനാണ്. എൻ്റെ ശരീരത്തിനാണ് ജന്മം, എൻ്റെ ശരീരത്തിനാണ് മരണം. ഞാൻ ജനിക്കുന്നതിന് മുൻപും മരണത്തിന് ശേഷവും ഒരുപോലെ നിൽക്കുന്നു, ഇപ്പോഴുള്ളതുപോലെ. നത്വേവാഹം ജാതുനാസം, ഞാനില്ലാത്തൊരു കാലമുണ്ടായിട്ടില്ല. അതുപോലെ അർജുനും ഇല്ലാതിരുന്ന കാലമുണ്ടായിട്ടില്ല. ഈ ഭീഷ്മദ്രോണാദികളും ഇല്ലാതിരുന്ന കാലമുണ്ടായിട്ടില്ല. നാം ഇല്ലാതെ ആകുന്ന കാലവും ഉണ്ടാവില്ല. ഇപ്പോൾ ഉണ്ട് താനും. അപ്പം പിന്നെ മരിച്ചു എന്ന് പറഞ്ഞ് ദുഃഖിക്കാൻ അവകാശമുണ്ടോ എൻ്റെ പൊന്നർജുന? ഇല്ല. പ്രബുദ്ധനാകൂ അർജുന, മൂഢത വിട്ടുകളയൂ. അറിവുണ്ടാകട്ടെ, അനുഭവമുണ്ടാകട്ടെ. പുറം ലോകത്തെ കാണിച്ചു തരാനുള്ളതാണ് ഇന്ദ്രിയങ്ങൾ. നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊന്നും ഈ ഇന്ദ്രിയങ്ങൾക്ക് വെളിപ്പെടുത്താൻ പറ്റില്ല. അവിടെ കടന്നു ചെല്ലണമെങ്കിൽ നമ്മുടെ ബുദ്ധി മാത്രമാണ് നമ്മെ സഹായിക്കാനുള്ള ഉപകരണം. ആ ബുദ്ധിയെ വിനിയോഗിക്കൂ. എന്നിട്ട് മനസ്സിലാക്കൂ, ഞാൻ ഇല്ലാതെയിരുന്ന കാലം ഉണ്ടായിട്ടില്ല. നത്വേവാഹം ജാതുനാസം നത്വം നേമേ ജനാധിപാ. ഇതെനിക്ക് മാത്രമല്ല, അർജുനനും ബാധകമാണ്. ഈ കാണുന്ന ഭീഷ്മദ്രോണാദികൾക്കും എല്ലാവർക്കും ഒരുപോലെ സാധുവാണ്. ന ചൈവന ഭവിഷ്യാമഹ, ഇനി നമ്മൾ ഇല്ലാതാകുന്ന കാലവും ഉണ്ടാകില്ല. സർവേ വയമതഃ പരം, ഇപ്പോൾ ഉണ്ടോ അതുപോലെ ഉണ്ടായിരുന്നു, ഇനിയും ഉണ്ടാവും. അപ്പം പിന്നെ എവിടെ മരണം അർജുന? എന്തിനെ ചൊല്ലിയാണ് ഈ ദുഃഖം? യുദ്ധം അതിൻ്റെ പാട്ടിൽ ദേഹതലത്തിൽ നടക്കട്ടെ. ആ യുദ്ധത്തിൽ എത്ര ശരീരം വീണാലും അതിൻ്റെ സാന്നിധ്യത്തിന് ഒരു കോട്ടവും കുറവും വരാൻ പോകുന്നില്ല. അത് ശരീരം ജനിക്കുന്നതിന് മുൻപ് ഉണ്ടായിരുന്നത് പോലെ ശരീരം വീണതിന് ശേഷവും നിലനിൽക്കും. ഈ ശാശ്വതത്വത്തെ മനസ്സിലാക്കി, ഈ ആത്മസത്യത്തെ മനസ്സിലാക്കി, ഉണ്മയുടെ ഈ സ്വഭാവ വിശേഷത്തെ മനസ്സിലാക്കി എൻ്റെ അർജുന ദുഃഖത്തെ നിഷ്കാസനം ചെയ്യൂ. മൂഢതയിലാണ് ദുഃഖം, അജ്ഞാന സൃഷ്ടിയാണ് ദുഃഖം. ജ്ഞാനത്തിൽ ദുഃഖമില്ല. നിർദുഃഖമാകണം നമ്മുടെ മനസ്സ്. അതിനുള്ള വഴി ജ്ഞാനമാണ്. അമ്പും വില്ലും താഴത്ത് വെച്ച് കരയുന്നതല്ല ഇതിനുള്ള പരിഹാരം. ഞാൻ എന്തിനു ദുഃഖിക്കുന്നു, ദുഃഖം രചിക്കുന്നതാർ എന്ന് ചിന്തിച്ചു നോക്കണം. അപ്പോഴേ കാര്യം നടക്കുള്ളൂ. കണ്ടോ, അറിവിൻ്റെ ഒരു മേഖല തുറന്നു കൊടുക്കുകയാണ്. അന്നേ വരെ ചിന്തിച്ചിട്ടില്ലാത്ത കാര്യങ്ങളാണ് അർജുനെ കൊണ്ട് ചിന്തിപ്പിക്കുന്നത് ശ്രീകൃഷ്ണൻ. കടിഞ്ഞാണും ചാട്ടയും കയ്യിൽ വെച്ചുകൊണ്ട് പിന്നാക്കം തിരിഞ്ഞു നോക്കിയാണ് സംസാരം. ആലോചിച്ച് നോക്കൂ. അർജുനെ സഹായിക്കാൻ അവിടെ കുതിരകളില്ല, കുതിരകളെ കൊണ്ട് പറ്റില്ല. അവിടെ സുഭദ്രയില്ല, സഹോദരന്മാരില്ല, ഒക്കെ അകലെയാണ്. ഒരു തേരാളി മാത്രമേ ഉള്ളൂ. ആ തേരാളി തൻ്റെ ദൗത്യം എത്ര സമർത്ഥമായി നിർവഹിക്കുന്നു എന്ന് നിങ്ങൾ നോക്കൂ. മരണം എന്താണ് ഈ മരണം? അപ്പോൾ മരണം അഭാവമല്ല, എക്സ്റ്റിങ്ഷനല്ല, ഉള്ളതില്ലാതെ ആവലല്ല.
മരണത്തിന് മുമ്പും നമ്മുടെ ശരീരത്തിൽ പരിവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മാതൃഗർഭത്തിൽ നിന്ന് പുറത്തു വരുന്നതാണ് ജനനം. ജനിച്ച ശിശു വളർന്നു വളർന്നു വരുന്നതാണ് ശിശുത്വം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം. ഇങ്ങനെ ഓരോന്നും ദേഹിനോസ്മിൻ യഥാ ദേഹേ കൗമാരം യൗവനം ജര തഥാ ദേഹാന്തരപ്രാപ്തി ധീരസ്തത്ര ന മുഹ്യതി. ബാക്കി എല്ലാ പരിവർത്തനങ്ങളെപ്പോലെ അവസാനത്തെ പരിവർത്തനമാണ് ശരീരം വിട്ടുപോകൽ. അതൊരു മാറ്റം മാത്രമാണ്, അതിൽ നാശമില്ല, ഇല്ലായ്മയില്ല. മരണത്തെക്കുറിച്ചൊരൊറ്റ ആൾ പേടിക്കരുത് നിങ്ങൾ. എല്ലാ ദിവസവും നമ്മൾ മരിക്കുന്നുണ്ട്, അതാണ് നമ്മുടെ ഉറക്കം. പക്ഷേ പിറ്റേന്ന് എണീക്കും. ഒരു ദിവസം നിങ്ങൾ കിടന്നുറങ്ങും, പിന്നെ എണീക്കില്ല. ഉറങ്ങിയാണ് നമ്മൾ പോകുന്നത്, മരിച്ചിട്ടല്ല. അത് ദേഹത്തിൽ നിന്നുള്ളൊരു പോക്ക് മാത്രമാണ്. ധീരസ്തത്ര ന മുഹ്യതി, അവിടെ ധീരൻ മോഹിക്കില്ല. സമ്മതിച്ചു, ജീവിത പ്രശ്നങ്ങൾക്ക് എന്താണ് പരിഹാരം? എൻ്റെ മനസ്സ് വല്ലാതെ ദുഃഖിക്കുന്നുണ്ടല്ലോ, ആ ദുഃഖം ഇല്ലാതെയാവാൻ എന്താ വഴി? അപ്പോഴാണ് കൃഷ്ണൻ ഒരു പൂർണ്ണമായ മരുന്ന് നൽകുന്നത്. വളരെ ശ്രദ്ധിച്ച് കേട്ടോളൂ, എനിക്ക് കുറച്ച് സമയം വേണ്ടി വരും. എല്ലാവരും ബഹളം കൂട്ടിയാൽ പറ്റില്ല കേട്ടോ. ഒന്നിലോ ഞാനിത് ഇവിടെ നിർത്താം, അല്ലെങ്കിൽ ഇത് പറഞ്ഞിട്ട് മുഴുവനാക്കാം. ചിലപ്പോൾ 5-10 മിനിറ്റ് കൂടുതൽ എടുത്തെന്ന് വരാം. എന്താ വേണ്ടേ? മാത്രാ സ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണ സുഖദുഃഖദാ ആഗമാപായിനോ അനിത്യാഹ താൻ തിദിക്ഷസ്വ ഭാരത. ശ്രീകൃഷ്ണൻ ഒരു വിവരണം നൽകണു ജീവിതത്തിന്. എന്താണ് വിവരണം? മാത്രാസ്പർശങ്ങളാണ് ജീവിതം. മാത്ര എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾ. ഈ ലോകത്തിനെ കാണാനും അളക്കാനും തരംതിരിക്കാനും ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ്, സംവേദന കാര്യങ്ങളാണ് ഈ ഇന്ദ്രിയങ്ങൾ. നമുക്ക് കണ്ണുള്ളത് കൊണ്ട് കാണുന്നു, ചെവിയുള്ളത് കൊണ്ട് കേൾക്കുന്നു, മൂക്കുള്ളത് കൊണ്ട് വാസനിക്കുന്നു, നാവുള്ളത് കൊണ്ട് രുചിക്കുന്നു, ത്വക്കുള്ളത് കൊണ്ട് സ്പർശിക്കുന്നു. ഈ 5 ഇന്ദ്രിയങ്ങൾ ഇല്ലെങ്കിൽ ഇവിടെ ശബ്ദസ്പർശ രസരൂപഗന്ധങ്ങളും ഉണ്ടാവില്ല. ശബ്ദസ്പർശ രസരൂപഗന്ധങ്ങൾ രചിക്കുന്നത് ഭൂലോകത്തെ വസ്തുക്കളല്ല, നമ്മുടെ ഇന്ദ്രിയങ്ങളാണ്. നിറം ഇന്ദ്രിയങ്ങളാണ് കാണിച്ചു തരുന്നത്. ശബ്ദവും അതുപോലെ തിരിച്ചറിയുന്നത് ഇന്ദ്രിയമാണ്. തന്മാത്രകൾ എന്നാണ് അതിന് പറയുക. അപ്പോൾ മാത്രാസ്പർശാഹ, ഈ ഇന്ദ്രിയങ്ങളിൽ സ്പർശങ്ങൾ ഉണ്ടാവുന്നു. കണ്ണുകൊണ്ട് നോക്കുമ്പോൾ എവിടേക്ക് നോക്കുന്നുവോ അവിടെ വന്ന് വീണ്, വസ്തുക്കളിൽ വീണ്, അവിടെ നിന്ന് പ്രതിഫലിച്ച് അന്തരീക്ഷത്തിൽ കൂടി വന്ന് ഈ കോർണിയ എന്ന് പറയുന്ന ആ കൃഷ്ണമണിയിൽ തട്ടുമ്പോഴാണ് ആ വസ്തുക്കളുടെ ഒരു പ്രതിച്ഛായ നമ്മുടെ മനസ്സിൽ രൂപപ്പെടുന്നത്. അപ്പം നാം കാണുന്ന വസ്തുക്കളൊന്നും സ്ഥൂല സൂക്ഷ്മത്തിലുള്ള വസ്തുക്കളല്ല, സ്ഥൂല രൂപത്തിലുള്ള വസ്തുക്കളല്ല, സൂക്ഷ്മരൂപത്തിൽ മനസ്സിൽ പതിയുന്ന പ്രതിച്ഛായകളാണ്. നിങ്ങൾ പെറ്റുണ്ടാക്കിയ കുട്ടിയെപ്പോലും നിങ്ങൾ തൊട്ടിട്ടും കണ്ടിട്ടുമാണ് മനസ്സിലാക്കുന്നത്. തൊട്ടറിയാൻ ത്വക്കില്ല, കണ്ടറിയാൻ കണ്ണില്ലെങ്കിൽ നിങ്ങളുടെ കുട്ടി നിങ്ങളുടെ കൂടെ വന്ന് ഉരുണ്ടാലും നിങ്ങൾ അറിയാൻ പോകുന്നില്ല. ജീവിതം എന്ന് പറയുന്നത് മാത്രാ സ്പർശങ്ങളാണ്. ഇന്ദ്രിയങ്ങളും ലോകവസ്തുക്കളും തമ്മിലുള്ള സ്പർശം. ഈ സ്പർശം നടക്കുന്നത് ഇന്ദ്രിയങ്ങളിലാണ്, പുറത്തല്ല, 1 മില്ലിമീറ്റർ പുറത്തല്ല. അങ്ങനെ നമ്മുടെ ഇന്ദ്രിയങ്ങളും ഭോഗങ്ങളും തമ്മിൽ സ്പർശം നടക്കുമ്പോൾ ശീതോഷ്ണ സുഖദുഃഖദാഹ, തണുപ്പും ചൂടും എന്ന പോലെ പരസ്പര വിപരീതങ്ങളായ സുഖദുഃഖങ്ങൾ മനസ്സിൽ ഉളവാകുന്നു. അപ്പം മനസ്സിൽ സുഖദുഃഖങ്ങൾ ഉളവാകാനുള്ള കാരണം ഇന്ദ്രിയങ്ങളും ലോകവസ്തുക്കളും തമ്മിലുള്ള സ്പർശങ്ങളാണ്. അഗ്നി ചുടുന്നത് പോലെ, ഐസ് തണുക്കുന്നത് പോലെ, അഗ്നി ചുടുന്നത് പോലെ ഇന്ദ്രിയങ്ങളും വസ്തുക്കളും തമ്മിൽ സ്പർശമുണ്ടായാൽ ഉടനെ അതിൻ്റെ പരിണത ഫലമായി സുഖവും ദുഃഖവും നമ്മുടെ മനസ്സിൽ ഉളവാകുകയായി. അതിനുവേണ്ടി നിങ്ങൾ പ്രയത്നിക്കണ്ട. പ്രയത്നം അനാവശ്യം. കയ്യും വീശി ലോകത്തിൽ നടന്നോളൂ, സുഖദുഃഖങ്ങൾ ഉണ്ടായിക്കോളും. ഒരു ഇന്ദ്രിയമേ നിങ്ങൾക്കുള്ളൂ എന്നുണ്ടെങ്കിലും സുഖദുഃഖമുണ്ടാവും. അപ്പോൾ സുഖദുഃഖങ്ങളെ രചിക്കുന്നത് നിങ്ങളുടെ മനസ്സ്. അത് രചിക്കാനായി ഇന്ദ്രിയങ്ങൾ വസ്തുക്കളുമായി സ്പർശം രചിച്ചു തരുന്നു. അത് സ്വാഭാവികമാണ്. ഇങ്ങനെയുള്ള സ്പർശങ്ങളും സുഖദുഃഖങ്ങളും ആഗമാപായിനഃ, അവ വരുന്നതും പോകുന്നതുമാണ്, വരാതെയും പോകാതെയും ഇരിക്കില്ല.
അവ വരും പോകാൻ, അവ പോകും വരാൻ. അങ്ങനെ വന്നു പോകുന്നതാണ്. അതുകൊണ്ട് അവ അനിത്യങ്ങളാണ്, ശാശ്വതങ്ങളല്ല. അതുകൊണ്ട് എന്തു വേണം? ഈ വിവേകം, ഈ വീക്ഷണം നല്ല പോലെ ഉറച്ച് മനസ്സിലും ബുദ്ധിയിലും നിർത്തി താൻ തിതിക്ഷസ്വ ഭാരത. സുഖദുഃഖങ്ങളെ നിങ്ങൾ എത്ര വേണമെങ്കിലും വന്നോളൂ, എത്ര വേണമെങ്കിലും പോയിക്കോളൂ. ഞാൻ വരാതെയും പോകാതെയും നിങ്ങൾക്ക് ആധാരമായി നിന്നു കൊടുക്കാം. കേൾക്കണുണ്ടോ നിങ്ങൾ? അതുപോലെ വിചാരിച്ച് പറയോ? സുഖദുഃഖങ്ങളെ വന്നോളൂ, പോയിക്കോളൂ. നിങ്ങൾക്ക് വരാതെയും ഇരിക്കാൻ പറ്റില്ല, പോകാതെയും ഇരിക്കാൻ പറ്റില്ല. ഞാനോ വരാതെയും പോകാതെയും അവിടെ നിൽക്കാം. നിങ്ങൾക്ക് വരാനും പോകാനും ആധാരമായി. നിങ്ങൾ നിസ്സാരങ്ങൾ, ഞാൻ സാരസാരം. കേൾക്കണുണ്ടോ നിങ്ങൾ? ഇതാണ് ഭാരതം. ഇതാണ് നമ്മുടെ പ്രിയപ്പെട്ട ഭാരതം. ഇതാണ് ഇവിടുത്തെ ശാശ്വതധ്വനി. മനസ്സിനെ സാന്ത്വനപ്പെടുത്താൻ, മനസ്സിന് സ്ഥിരം ആധാരം നൽകാൻ, ബുദ്ധിയെ സ്ഥിരപ്പെടുത്താൻ, അചഞ്ചലത്വം രചിച്ച് പരിരക്ഷിക്കാൻ, എന്തു വന്നാലും കൂസാതെ നിൽക്കാനും മുൻപോട്ട് പോകാനുമുള്ള ആത്മവീര്യം രചിച്ചുകൊണ്ടുള്ള വലിയ വീക്ഷണഗതിയാണപ്പാ ഇത്. അർജുനൻ്റെ ദുഃഖം പമ്പ കടന്നു. ദുഃഖമോ എവിടെ? ഈ സുഖദുഃഖം രണ്ടും ഒരുമിച്ചുണ്ടാവില്ല. ഒന്ന് വരും, അത് കഴിഞ്ഞാൽ മറ്റൊന്ന് വരും. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഒന്നുകിൽ സുഖം അല്ലെങ്കിൽ ദുഃഖമുണ്ടാകും. സുഖമുണ്ടായാൽ ആ സുഖം പോയി പിന്നീട് വരുന്നത് ദുഃഖമാണ്. ദുഃഖമുണ്ടായാൽ പിന്നെ വരുന്നത് സുഖമാണ്. നിങ്ങൾക്ക് സുഖം അനുഭവിക്കണമെങ്കിൽ മുൻപ് ദുഃഖമുണ്ടായിരിക്കണം. അപ്പം നിങ്ങൾക്ക് സുഖം തരുന്നത് വാസ്തവത്തിൽ നിങ്ങൾ മുൻപ് അനുഭവിച്ച ദുഃഖമോ വേറെ എന്തെങ്കിലുമോ? കേൾക്കുന്നുണ്ടോ നിങ്ങൾ? നിങ്ങൾക്ക് സുഖാനുഭവമുണ്ടെങ്കിൽ ആ ദുഃഖമില്ലാതെയാവുമ്പോഴാണ് സുഖം. അപ്പം മുമ്പ് ദുഃഖമുണ്ടായിരുന്നു, ആ ദുഃഖമില്ലാതെയായി, അതുകൊണ്ട് ഇപ്പോൾ സുഖം കിട്ടി. അപ്പം നിങ്ങൾക്ക് സുഖം തരുന്നത് ആരാ? ദുഃഖം. എന്താ? ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് ഒരടി നീങ്ങില്ല. നിങ്ങൾക്ക് സുഖം തരുന്നത് മുൻപുണ്ടായിരുന്ന ദുഃഖമല്ലേ? അപ്പം സുഖം ആനയിക്കുന്നത് ദുഃഖമാണെങ്കിൽ ദുഃഖം അഭികാമ്യമോ അനഭികാമ്യമോ? പറയുന്നപ്പാ, അഭികാമ്യം. ദുഃഖം സുഖത്തെ ആനയിക്കുന്നു, മറിച്ച് സുഖമോ ദുഃഖത്തിലേക്ക് തള്ളി മാറ്റുന്നു. കൊലക്കയറ് തയ്യാറായി നിന്ന് ആരെ തൂക്കാൻ പോണോ അയാൾക്ക് മൃഷ്ടാന്നമായ ഒരു ഭോജനം കൊടുത്ത് നല്ലോണം ഊണ് കഴിക്കൂ, പായസം പിന്നെയും വിളമ്പി, ആ മനുഷ്യന് കഴിക്കാൻ പറ്റുമോ? അതുമാതിരി നിങ്ങളുടെ സുഖം കൊലയാളിക്ക് നൽകുന്ന ഊണ് പോലെയാ. ആ സുഖം നിങ്ങളെ തള്ളിവിടുന്നത് ദുഃഖത്തിലേക്കാണ്. അപ്പം സുഖം ദുഃഖത്തെ ആനയിക്കുന്നതിനാൽ അഭികാമ്യമല്ല, ദുഃഖം സുഖത്തെ ആനയിക്കുന്നതിനാൽ അനഭികാമ്യവുമല്ല. അങ്ങനെ സുഖവും ദുഃഖവും രണ്ടും ഒരുപോലെ, ഒരു പക്ഷിയുടെ രണ്ട് ചിറക് പോലെ സ്വീകരിച്ച് നിങ്ങൾ എത്രയും ഉയരത്തിൽ ഇങ്ങനെ പറന്ന് കയറുവപ്പാ. അതിനാണ് മനുഷ്യജന്മം. മനുഷ്യജന്മം അതിനാ എന്ന് പറയാനില്ല. ഇവിടെ എന്തും വരാം, എന്തും പോകാം, എന്തും സംഭവിക്കാം. നമുക്കൊരു കോട്ടവും ഒരു കുറവും വരാൻ പോകുന്നില്ല. നമ്മൾ അചഞ്ചലമായി, സ്ഥിരമായി, അന്യൂനമായി ആ ക്ഷുണ്ണം നിലനിൽക്കുന്നവരാണ്. നമ്മുടെ നിലനിൽപ്പിനൊരു കറയോ ഒരു കുറയോ ഏൽപ്പിക്കാൻ ഈ ലോകത്തിലൊന്നുമില്ല. സുഖദുഃഖം മാത്രമാണ് ഈ ലോകത്തിലുള്ളത്. അവയെ എങ്ങനെ നേരിടണം എന്ന് ചോദിച്ചാൽ സമബുദ്ധിയോടുകൂടി നേരിടണം. സുഖം വരും പോവും, ദുഃഖം വരും പോവും. ഇങ്ങനെ ഓരോന്നും വന്നു പോകുമ്പോൾ അതിൻ്റെ രണ്ടിലും ഇടയിൽ സുഖവും ദുഃഖവുമില്ലാത്ത ഒരു മധ്യവർത്തിത്വമുണ്ട്. അതിൽ ഉറച്ചു നിൽക്കാൻ പഠിക്കൂ. സുഖത്തിന് മുൻപത്, സുഖത്തിന് ശേഷമത്, ദുഃഖത്തിന് മുൻപത്, ദുഃഖത്തിന് ശേഷമത്. അപ്പോൾ ഓരോ സുഖത്തിൻ്റെയും അപ്പുറത്തും ഇപ്പുറത്തും സുഖാതീതമായ ഒരു നിലയാണ്, ദുഃഖത്തിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ദുഃഖാതീതമായ ഒരു നിലയാണ്. അപ്പോൾ ഒരു സുഖത്തിന് സുഖാതീതമായ രണ്ട് നില നമുക്കുണ്ട്. അതിനെ നല്ല പോലെ മനസ്സിലാക്കി നിങ്ങളതിൽ ഉറച്ചിരിക്കൂ. യം ഹി ന വ്യഥയന്ത്യേതേ പുരുഷം പുരുഷർഷഭ സമദുഃഖ സുഖം ധീരം സോമൃതത്വായ കൽപ്പതേ. അങ്ങനെ സമദുഃഖ സുഖനായിട്ടിരിക്കുന്നവന് മോക്ഷം തീർച്ചയാണ്. അപ്പം മോക്ഷം കിട്ടാൻ വേണ്ടി പടക്കളത്തിൽ യുദ്ധം ചെയ്യാൻ വന്ന് തളർന്നിരിക്കുന്ന അർജുനെ നോക്കി പറഞ്ഞ് മനസ്സിലാക്കുകയാണ്.
ഈ 18 ദിവസത്തെ യുദ്ധം നിനക്ക് മോക്ഷ സാധനയാവണം, ആത്മജ്ഞാന സാധനയാകണം, നിന്നെ നിർമുക്തനാക്കി വാഴിക്കാൻ. അതിനാണ് ഈ യുദ്ധം. ലോകത്തിലുള്ള എല്ലാ പ്രവൃത്തികളും അങ്ങനെ തന്നെ. ഈ സമം എന്നുള്ള 2 അക്ഷരം കൊണ്ട്, ഈ ഒരൊറ്റ പദം കൊണ്ട് നിങ്ങളെല്ലാവരും എൻ്റെ പൊന്നുമക്കളെ ലോകത്തെ വെല്ലുവിളിച്ചോളൂ. എൻ്റെ ലോകമേ, നിനക്ക് രണ്ടെണ്ണേ എനിക്ക് തരാനുള്ളൂ, സുഖം ദുഃഖം. ഇവ രണ്ടിനെയും ഞാൻ എൻ്റെ മനസ്സിൽ സമീകരിച്ചെടുത്തു. അതുകൊണ്ട് നിങ്ങൾ ലോകത്തെ ജയിച്ചു കഴിഞ്ഞു. ഈ 2 അക്ഷരം സമത്വം എന്ന് പറയുന്ന ഒരു വാക്കുകൊണ്ട് ഈ പ്രപഞ്ചത്തിൽ വരാൻ പോകുന്ന എല്ലാ സമ്പത്തിനെയും വിപത്തിനെയും ഒരുപോലെ തുച്ഛമാക്കി തള്ളി എല്ലാറ്റിനും ഉപരിദശയിൽ വാഴാനുള്ളൊരു വിശേഷപ്പെട്ട വീക്ഷണമാണിത്. ഒറ്റാളിവിടെ ഏഴത്തം അനുഭവിക്കരുത്. ഒരൊറ്റാളിവിടെ ധനികനാണെന്ന് പറഞ്ഞ് പ്രൗഢി കാണിക്കരുത്. എല്ലാവരും ഈ തത്വത്തിൻ്റെ മുൻപിൽ സമന്മാരാണ്. ഈ ലോകം എന്ത് ചെയ്യുമോ ചെയ്യട്ടെ, എന്ത് ചെയ്യാതിരിക്കുമോ ചെയ്യാതിരിക്കട്ടെ, ആപത്ത് വരട്ടെ സമ്പത്ത് വരട്ടെ. കുന്തിദേവി പറഞ്ഞതെന്താ? ഞാൻ നാളെയോ മറ്റും അത് പറയാം. നിങ്ങൾ പേടിക്കാതെ സധീരം കയ്യും വീശി നടക്കുവപ്പാ. ഈ ലോകത്തിന് ഒന്നും നിങ്ങളുടെ ഉള്ളിൽ കിടത്തിവിടാൻ സാധിക്കില്ല. ഒരു സ്ഥൂല വസ്തുവും നിങ്ങളുടെ കണ്ണു കൂടിയോ ചെവി കൂടിയോ മൂക്കു കൂടിയോ ഉള്ളിലേക്ക് പ്രവേശിക്കില്ല. ലോകം അവിടെ നിൽക്കുകയുള്ളൂ. നാമാണ് ലോകത്തെ കാണുന്നത്, ലോകം നമ്മെ കാണുന്നില്ല. നാമാണ് കാണുന്നത്. കാണുന്ന ഞാൻ ദ്രഷ്ടാവാണ്. ഈ ലോകം ദൃശ്യമാണ്. ദൃശ്യം ജഡം, ദ്രഷ്ടാവാണ് സചേതനം. സചേതനമായ എൻ്റെ മുൻപിൽ ജഡമായ ഈ ലോകത്തിന് എന്ത് ചെയ്യാൻ കഴിയും? ഒന്നും കഴിയില്ല. അതുകൊണ്ട് ലോകത്തിൻ്റെ ദാസന്മാരാകാതെ ലോകത്തിൻ്റെ മാസ്റ്ററും മിസ്ട്രസ്സുമായി കഴിഞ്ഞുകൂടുവപ്പാ നിങ്ങൾ ഈ ലോകത്തിൽ. ഞാൻ ഇതിൻ്റെ ദാസ്യത്തിലില്ല. I will live here as a master of the world or a mistress of the world. I will never live here as a servant of the world. ഇതായിരിക്കണം നിങ്ങളുടെ വിചാരം. ഇത് സാധിക്കുമോ? തത്വവിചാരം ചെയ്തും ചെയ്യിച്ചും ഈ ഒരു നിലയിൽ അഭിഷേകം ചെയ്യുന്നതാണ് നമ്മുടെ ശാസ്ത്രം. അതാണ് കൃഷ്ണൻ ഇവിടെ ചെയ്യുന്നത്. അർജുനനെ ആദ്യം ഒരു ജിജ്ഞാസുവാക്കി, ഒരു മുമുക്ഷുവാക്കി, പിന്നീട് നിർമുക്തനായി അഭിഷേകം ചെയ്യുകയാണ്. ഈ ഗീതോപദേശം കൊണ്ട് കൃഷ്ണൻ ചെയ്തതും സാധിച്ചതും ഇത് നല്ലപോലെ മനസ്സിലാക്കി നിങ്ങൾ വലിയ ഒരു ആർമർ, ഒരു കവചം കിട്ടിയതുപോലെ വേണം ഈ കസേരയിൽ നിന്ന് എണീക്കാൻ. ഈ ലോകത്തിന് തരാനുള്ളത് സുഖം ദുഃഖം. അവ രചിക്കുന്നത് ഇന്ദ്രിയങ്ങളും മനസ്സും. അതിൽ ലോകത്തിനൊരു പങ്കൂല്ല. നമ്മുടെ ഇന്ദ്രിയവും നമ്മുടെ മനസ്സും രചിക്കുന്നതാണ്. ആ രചനയുടെ ഉള്ളർത്ഥം കണ്ടുപിടിച്ച് ഞാൻ രണ്ടിലും സമമായി ഇവിടെ വാഴും. അതുകൊണ്ട് ലോകം വട്ടപൂജ്യമാകും എൻ്റെ മുൻപിൽ. ഞാൻ വിജയി ദ്രഷ്ടാ ദൃശ്യമല്ല. നിർത്താം. ഹരിഹി. ഞാനിങ്ങനെ നല്ലൊരു സദസ്സിനെ നോക്കി നല്ലോണം സംസാരിച്ചാലുണ്ടല്ലോ, വലിയ ഇഷ്ടം എനിക്ക്. ഹരിഹി. ശാന്തസ്വഭാവമജരാത്മകമേക സത്യം സംവിത്പദം നിരുപമം കലനാവിഹീനം അന്തർബഹിശ്ച ബഹുധാ വ്യവഹാര്യമാണം തദ്ദൈവമേവ മമ സർവം അഹം തദേവ. തദ്ദൈവമേവ മമ സർവമഹം തദേവ. ഹരിഹി. നമുക്കൊരു സമാപന ഓങ്കാരം എല്ലാവരും കൂടി ജപിക്കാം, എന്നിട്ട് അവസാനിപ്പിക്കാം. ഓ ഹരിഹി ഓം തത്സത്. ജയ ഗുരു.